ഗുഡ് ഈവനിങ് ഓൾ. ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയുടെ കൊമേഴ്സ് സ്ക്വാഡ് +1 എക്കണോമിക്സ് മാരത്തോൺ നമ്മുടെ സെക്കൻഡ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സസ് 2 ദിവസമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എക്കണോമിക്സിൻ്റെ മാരത്തോണ്. ഇങ്ങനെ ഫസ്റ്റ് പാർട്ടായ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സായ ഇന്ന് നിങ്ങളുടെ സെക്കൻഡ് പാർട്ടായ സ്റ്റാറ്റിസ്റ്റിക്സുമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമ്മുടെ കുറേ മാരത്തോൺസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് മാരത്തോണാണ്. നമ്മൾ സ്റ്റാറ്റ് പഠിച്ച് നമ്മുടെ ഓൺ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറ്റ് ഈസി ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് സ്റ്റാറ്റിയിലുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിനകത്ത് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 ചാപ്റ്റേഴ്സ്? ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റി, ദെൻ സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ, തേർഡ് ചാപ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. 3 ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷൻ ഓണം എക്സാംസിൻ്റെ പോർഷൻസ് ആയിട്ടുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സിനും കൂടെ 40 മാർക്സിൻ്റെ വെയിറ്റേജ്, 40 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. ഈസി ചാപ്റ്ററാണ്. തിയറി കുറേ ബേസിസ്ഡ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ കൂടുതലും പ്രാക്ടിക്കൽ വരുമ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തിയറി ടോപ്പിക്സ് ആണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ നമ്മുടെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട്? ഫസ്റ്റ് ഒരു ഇൻട്രോ ചാപ്റ്ററാണ്. ഇൻട്രോ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. 2 ക്വസ്റ്റ്യൻസോ 3 ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കുന്ന ചെറിയൊരു ചാപ്റ്ററും. രണ്ടാമത്തെ കളക്ഷൻ ഓഫ് ഡേറ്റ, അവിടെ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളതും. പിന്നെ ലാസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അവിടെ നിന്നും കുറച്ച് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എല്ലാവരും റെഡി അല്ലേ നമ്മുടെ ഈ ഒരു മാരത്തോൺ സെക്ഷൻസ്? നമുക്ക് മാരത്തോണിലേക്ക് പോകാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റി ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് കുറച്ച് ഡെഫിനേഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, ഒരു ഗുഡ്സോ സർവീസസോ വാങ്ങുന്നുവെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ എന്ത് വിളിക്കും? കൺസ്യൂമർ. വെൻ യു ബൈ എ ഗുഡ്സ് യു ആർ കൺസ്യൂമർ. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നു, ഗുഡ്സ് ഓർ സർവീസ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? കൺസ്യൂമർ ആണ് അല്ലേ? കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? കൺസ്യൂമർ ആണ്. വെൻ യു സെൽ ഗുഡ്സ് ടു മേക്ക് എ പ്രോഫിറ്റ് ഫോർ യുവർ സെൽഫ് യു ആർ കോൾഡ് എ സെല്ലർ. നിങ്ങൾ സാധനങ്ങൾ വിൽക്കുന്നു, ഗുഡ്സ് ഓർ സർവീസ് വിൽക്കുന്നു. എന്തിനു വേണ്ടി? പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവിനെ വെച്ച്. അപ്പം നിങ്ങൾ ആരാണ്? നിങ്ങളെ സെല്ലർ എന്നറിയപ്പെടും. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വെൻ യു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസ് പ്രൊവൈഡ് സർവീസസ് യു ആർ കോൾഡ് ആസ് പ്രൊഡ്യൂസർ. നിങ്ങൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസ് ചെയ്യുകയോ ചെയ്യുന്നവരാണെങ്കിൽ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും? നിങ്ങൾ പ്രൊഡ്യൂസറാണ്. അപ്പം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പ്രൊഡക്ഷനും ഉണ്ട്, എന്ത് സർവീസ് പ്രൊവൈഡറും ഉണ്ട്. വെൻ യു ആർ ഇൻ എ ജോബ് വർക്കിംഗ് ഫോർ സം അതർ പേഴ്സൺ യു ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ് യു ആർ കോൾഡ് ആസ് എംപ്ലോയി. നിങ്ങൾ എന്തെങ്കിലും ജോബ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് വിളിക്കും? യു ആർ കോൾഡ് ആസ് എംപ്ലോയി. Okay, when you employ somebody, giving them a wage, you are employer. നിങ്ങൾ ആരെങ്കിലും ജോലിയിൽ എംപ്ലോയ് ചെയ്യുന്നു, നിങ്ങൾ ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നു, നിങ്ങൾ അവർക്ക് വേജ്, അവർക്ക് അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? വേജ് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കും? എംപ്ലോയർ എന്ന് വിളിക്കും. മേ ബി MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ജസ്റ്റ് ഇൻട്രോ ഭാഗങ്ങളിൽ പറയുന്നതാണ്. മേ ബി MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് എക്കണോമിക്സിലെല്ലാം മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഡെഫിനിഷൻസ്. ഓക്കെ, നമ്മുടെ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ദീസ് ആർ കോൾഡ് ആസ് ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻസ്. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഗുഡ്സ്, നമ്മുടെ എക്കണോമിയിൽ എന്താ നമ്മൾ പഠിച്ചു? ആളുകളുടെ വോൺസ് എന്താണ്? അൺലിമിറ്റഡ് അല്ലേ? ആളുകളുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ലല്ലേ? നമുക്ക് നമ്മുടെ എല്ലാം, നിങ്ങളുടെയൊക്കെ കുറച്ച് ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പരിധിയില്ല. നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾ പറയും, പക്ഷേ ഈ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. ഇതാണ് എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. എന്താണ് എക്കണോമിക് പ്രോബ്ലം? എന്താണ്? നമ്മുടെ ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്. ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്. ബട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് വീട് വാങ്ങണം, നിങ്ങൾക്ക് നല്ല കാറ് വാങ്ങണം, ട്രാവൽ ചെയ്യണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ ഈ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാനായിട്ടുള്ള, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് നിങ്ങളുടെ പക്കൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എന്താണ് അതാണ് എക്കണോമിയിലെ എല്ലാ എക്കണോമീസും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്
ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സസ് സ്കേഴ്സ് ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ ലിമിറ്റ് ഇല്ല, അതിനുള്ള റിസോഴ്സ് നമുക്ക് ഇല്ലാത്തത് മൂലം നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെയാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്താണ് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആളുകൾ ഉപയോഗിക്കുന്നു അല്ലെ, കൺസപ്ഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വരുന്നത് അല്ലേ. എന്താണ് കൺസപ്ഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിൽ എന്താണ് വരുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്, ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂം ചെയ്യുന്നതായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് മറ്റൊരു ബേസിക് ആക്ടിവിറ്റി. ദെൻ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അവിടുത്തെ നമ്മുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകംസ്, ഒരു ടോട്ടൽ ഇൻകത്തിനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഇതുവരെ ഡീൽ ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇതാണ്. എന്താണ് പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻസ്. നമ്മൾ എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. വാട്ട് ഈസ് എക്കണോമിക്സ്? നമ്മുടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, എക്കണോമിക്സിന് വളരെ ആവശ്യമുള്ള സബ്ജക്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. നമ്മൾ മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അറിയാം, +1 +2 മാത്സിലൊക്കെ സ്റ്റാറ്റിയുടെ കുറച്ച് പോർഷൻസ് ഒക്കെ പഠിക്കാറുണ്ട്. ബട്ട് എന്താണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്, എക്കണോമിക്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സ്റ്റാറ്റി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്. എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് people and society choose to employ the scarce resources that could be alternative uses in order to produce various commodities to satisfy their wants and distribute them for the consumption among various persons and groups in the society. ഓക്കെ, എന്താണ് നമ്മുടെ എക്കണോമിയിലെ പ്രശ്നം എന്താ നമ്മൾ പഠിച്ചത്, റിസോഴ്സസ് സ്കേഴ്സാ. ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞ് ചോദിക്കുവാണ്, നിങ്ങളോട് കുറച്ച് ആവശ്യങ്ങൾ പറയാൻ പറയുന്നു, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു അല്ലേ. നമ്മളിപ്പോൾ എന്താണ്, ഒരു കാറ് വാങ്ങണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല ട്രാവൽ ചെയ്യണം, ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട്. നിങ്ങളിപ്പം എഴുതുന്ന എക്സാമിന് എന്ത് ചെയ്യണം, ഫുൾ A+ വാങ്ങണം. ഓക്കെ, നിങ്ങളുടെ ആവശ്യങ്ങൾ കുറേ കാണുമായിരിക്കും. ബട്ട് എന്താണ്, നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് എന്തില്ല, പരിധിയില്ല. അതുകൊണ്ടാണ് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. ബട്ട് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ പക്കലുണ്ടോ? എൻ്റെ ആഗ്രഹം കാറ് വാങ്ങണം, ഫുഡ് വേണം, ട്രാവൽ ചെയ്യണം, ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിൽ ഉണ്ടാകണമെന്ന് ഇല്ല. നമ്മുടെ എക്കണോമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, ഹ്യൂമൻ വോൺസ് എല്ലാം അൺലിമിറ്റഡും റിസോഴ്സസ് ലിമിറ്റഡുമാണ്. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 1000 rupees തരുവാണ്, ഒരു 1000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ അത് എങ്ങനെ ചിലവാക്കും? നിങ്ങളുടെ മുന്നിൽ പല ആവശ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല ഷർട്ട് വാങ്ങണം, നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്സ് വാങ്ങണം, ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷേ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഓൾട്ടർനേറ്റീവ് യൂസസ് വരുന്നു. ഈ ലിമിറ്റഡ് റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് വരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, അൺലിമിറ്റഡ് ആണ്. പിന്നെ എന്താണ്, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പം എങ്ങനെ വരുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാകുന്നു, നമ്മുടെ ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓൾട്ടർനേറ്റീവ് യൂസസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഞാനിപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ 1000 രൂപയും കൊണ്ട് നിങ്ങളുടെ ഈ വോൺസിൽ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ ഈ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം ഓഫ് ചോയ്സ് അവിടെ വരുന്നു. എന്ത് വരുന്നു, പ്രോബ്ലം ഓഫ് ചോയ്സ്. ഏത് തിരഞ്ഞെടുക്കണം, നമ്മുടെ വോൺസിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു ഇഷ്യൂ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ദ പ്രോബ്ലം ഓഫ് ചോയ്സ് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, എന്ത് വരുന്നു, പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ടാകുന്നു. അപ്പോൾ എക്കണോമിക് പ്രോബ്ലം എന്താണ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. ബട്ട് എന്താണ്, ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഈ ഓൾട്ടർനേറ്റീവ് യൂസസ് വരുന്നത് മൂലം നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാകുന്നു, പ്രോബ്ലം ഓഫ് ചോയ്സ് ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു, പ്രോബ്ലം ഓഫ് ചോയ്സ്. ഏത് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത്. ഇതാണ് എക്കണോമി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എക്കണോമിക്സ് ഉണ്ടായത് തന്നെ, അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലം ഇതൊക്കെയാണ്. അപ്പോൾ എക്കണോമിക് ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി. മനുഷ്യനെ പറ്റും, ഹ്യൂമൻ ബീങ്ങിനെ പറ്റും. ഹ്യൂമൻ പ്രൊഡ്യൂസർ ആരാ, ഹ്യൂമൻ ബീങ് അല്ലേ. കൺസ്യൂമർ ആരാ, ഹ്യൂമൻ ബീങ് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന എവിടെ, സൊസൈറ്റിയിലല്ലേ. അപ്പം പീപ്പിളിനെ പറ്റിയും സൊസൈറ്റിയെ പറ്റിയും, ഹ്യൂമൻ ബീങ്സിനെ പറ്റിയും സൊസൈറ്റിയെ പറ്റിയും പഠിക്കണം.
പഠിക്കുന്ന ഒരു സയൻസ് ആണ് എക്കണോമിക്സ്. എന്താണ് പഠിക്കുന്നത്? സ്കേഴ്സ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് എന്താണ്? സ്കേഴ്സ് ആണ്. നമ്മുടെ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. ഈ സ്കേഴ്സ് റിസോഴ്സസിനെ, അതായത് നമ്മുടെ റിസോഴ്സ്, ഞാൻ പറയുന്നില്ല 1000 രൂപ കൊണ്ട് പല ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റേണ്ടി വരുന്നു, ആണ് സ്കേഴ്സ് റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ്. ഈ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് എങ്ങനെ നമ്മുടെ വോൺസിനെ സാറ്റിസ്ഫൈ ചെയ്യാം, കാരണം നമ്മുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വേരിയസ് കമ്മോഡിറ്റീസ് നമുക്ക് ആവശ്യമാണ്. എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു സയൻസ് ആണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്താ പഠിക്കുന്നത്? നമ്മുടെ എക്കണോമിക്കിലെ പ്രോബ്ലം എന്താണ്? എക്കണോമിയുടെ പ്രോബ്ലം ഹ്യൂമൻ വോൺസ് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് ലിമിറ്റഡ് റിസോഴ്സസിന്. അപ്പോൾ ഈ ഉള്ള ഇഷ്യൂസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് മൂലം അപ്പം നമ്മുടെ എന്താണ്, എക്കണോമിയെ പറ്റി പഠിച്ച്, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിച്ച്, സൊസൈറ്റിയെ പറ്റി പഠിച്ച്, സ്കേഴ്സ് റിസോഴ്സസ് ഹ്യൂമൻസിന്റെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എക്കണോമിയിലെ സ്കേഴ്സ് റിസോഴ്സസിനെ എത്തിക്കുക. ഇതാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ വെൽത്തിനെ പറ്റി പഠിക്കുന്നു, സമ്പത്തിനെ പറ്റി പഠിക്കുന്നു, ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നു, അതുപോലെ തന്നെ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാം, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു സയൻസ് ആണ് എക്കണോമിക്സ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സ്റ്റാറ്റി. എന്താ സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ സിസ്റ്റമാറ്റിക്കലി. അതായത് നമ്മുടെ മുന്നിൽ കുറേ വിവരങ്ങളുണ്ട്. ഈ നമുക്ക് എക്കണോമിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം എക്കണോമിയിൽ എന്തുണ്ട്? പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലത്തിന്റെ കോസ് കണ്ടുപിടിക്കാൻ, ഈ പ്രോബ്ലം എങ്ങനെ ഉണ്ടായി, ഈ പ്രോബ്ലത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്റ്റാറ്റി. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് സഹായിക്കും? എക്കണോമിക്സിലെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ. എക്കണോമിക്സിലെ പ്രോബ്ലംസിന്റെ കോസ് എന്താണ് എക്കണോമിയിലെ കാരണം നമ്മുടെ മുന്നിൽ കുറേ വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളെല്ലാം കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടാണ്. അപ്പം എക്കണോമിയിലെ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? എക്കണോമിയിലെ പ്രോബ്ലം എന്താണ്, ഈ പ്രോബ്ലങ്ങളുടെ കോസസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രോബ്ലങ്ങളുടെ കോസസ് എന്താണ് നോക്കണം. നമ്മുടെ എക്കണോമിയിലെ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലങ്ങളുടെ കാരണം എന്താണെന്നാണ് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും നമ്മുടെ മുന്നിലുള്ള ഇൻഫോർമേഷനെ, വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസിനെ നമ്മൾക്ക് മനസ്സിലാകുന്ന അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റിത്തരാനും എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അപ്പം നമ്മുടെ എക്കണോമിയിലെ പ്രോബ്ലംസ് എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ കോസസിനെ കണ്ടുപിടിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് പ്രോബ്ലത്തിന്റെ എന്താണ് അതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് കണ്ടുപിടിച്ച് തരാനും, അതുപോലെ എന്താണ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മുടെ മുന്നിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു? സമ്മറൈസ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റി സഹായിക്കുന്നു. കാരണം നമ്മുടെ മുന്നിൽ കുറേ വിവരങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ ഏതാണ്? വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്, വിച്ച് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു അസ് എന്ന് നമുക്ക് വേണ്ടാത്തത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് വേണ്ടുന്ന ഫോമിലേക്ക്, കാരണം നമ്മുടെ മുന്നിലേക്ക് കുറേ ഇൻഫോർമേഷൻസ് ഉണ്ട്. നമ്മളറിയില്ല, പൈ ചാർട്ട്, ബാർ ഡയഗ്രാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹിസ്റ്റോഗ്രാം. കാരണം നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ എന്തെങ്കിലും ഡേറ്റാസോ ഇൻഫോർമേഷൻസോ വരുമ്പോഴത്തേനും സമ്മറൈസ് ചെയ്ത് തരും. ഓക്കെ, കുറേ സ്റ്റുഡൻസിൻ്റെ മാർക്കുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്യും? റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ പറയും എത്രയാണ് പാസ് പെർസെൻറ്റേജ്, ഇത്രയും കുട്ടികൾ എക്സാം എഴുതി, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്. കാരണം വൈഡ് റേഞ്ച് ഓഫ് അല്ലേ നമ്മുടെ പരീക്ഷാ ഭവൻ്റെ മുന്നിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഉണ്ട്. പരീക്ഷാ ഭവൻ്റെ കയ്യിൽ കാരണം ഓരോ കുട്ടികളുടെ മാർക്ക്, ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക്, അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, എക്കണോമിക്സ് എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് ഓരോ ക്വസ്റ്റ്യനും കിട്ടിയ മാർക്ക് എത്ര, ദെൻ ഓരോ കുട്ടികളുടെയും ടോട്ടൽ മാർക്ക് എത്ര, എല്ലാ സബ്ജക്റ്റിൻ്റെ മാർക്ക് എത്ര. അപ്പം ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസ് ആണ് ആരുടെ കയ്യിലുള്ളത്? നമ്മുടെ പരീക്ഷാ ഭവൻ്റെ കയ്യിലുള്ളത്. അപ്പം ഈ പരീക്ഷാ ഭവൻ്റെ ഇങ്ങനെ ഡേറ്റാസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ മനസ്സിലാകുമോ ലാസ്റ്റ് ഇത്രയും പാസ് പെർസെൻറ്റേജ് ഉണ്ടായി, ഇത്രയും കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി എന്നൊരു സമ്മറൈസ് ഫോമിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങനെയൊക്കെ സഹായിക്കുന്നതാണ് ഒരു സ്റ്റാറ്റിസ് സഹായിക്കും. അതൊരു സ്റ്റാറ്റിയാണ്. അതുപോലെ തന്നെ ആ ഒരു ടൂള്, അതായത് നമ്മുടെ മുന്നിലുള്ള വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസിനെ ഒരു സമ്മറൈസ്ഡ് ഫോമിലേക്ക്, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക്, ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് സഹായിക്കും? സ്റ്റാറ്റി സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ടൂൾ അല്ലേ? അതെവിടെ ഉപയോഗിക്കുന്നു? നമ്മൾ എക്കണോമിക്സ് ഉപയോഗിക്കുന്നു. എക്കണോമിക്സിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്കണോമിക്കിലെ പ്രോബ്ലംസ് നമ്മൾ ഉണ്ട്, അതിൻ്റെ കോസസ് കണ്ടുപിടിക്കാനും അതിനെ സമ്മറൈസ് ചെയ്യാനും കുറേ ലാർജ് ഡേറ്റാസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കി തരാനും സ്റ്റാറ്റി സഹായിക്കുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സയൻസ് ആണ്.
എന്ത് സയൻസ് ആണ്? വിച്ച് ഡീൽസ് വിത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷൻ ഓഫ് ഡേറ്റ സിസ്റ്റമാറ്റിക്കലി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഫോർമേഷൻസിനെ കളക്ട് ചെയ്യുക. നമ്മുടെ മുന്നിലുള്ള ഡേറ്റാസിനെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്തു, എന്തിൻ്റെയെങ്കിലുമൊക്കെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് വേണ്ടുന്ന ഏത്, വേണ്ടാത്തത് ഏത്, അതിനെ സബ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ചെയ്ത് അതിനെപ്പറ്റി പഠിക്കും. ഇന്റർപ്രിട്ടേഷൻ എന്താണ്? അതിനെ അനലൈസ് ചെയ്യും, അതിനെ പഠിക്കും, ഡേറ്റാസിനെ അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, പഠിച്ചിട്ട് നമുക്ക് വേണ്ടുന്നൊരു ഫോമിലേക്ക് അവതരിപ്പിക്കുന്നു. നമ്മുടെ പരീക്ഷാഭവൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എക്സാംസ് നടത്തുന്നു. എക്സാംസ് നടത്തുമ്പോൾ വെറൈറ്റി എന്താണ് അത്, അപ്പം കുട്ടികളുടെ എല്ലാം മാർക്ക് കളക്ട് ചെയ്യുന്നു. മാർക്ക് കളക്ട് ചെയ്ത് ഓരോ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിൽ എന്തെങ്കിലുമൊക്കെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് അവസാനം എന്ത് ചെയ്യും? ഇത്ര കുട്ടികൾ എക്സാംസ് എഴുതി എന്നൊരു ഡേറ്റയിലേക്ക് എത്തി. കാരണം അത്രയും വലിയ ഡേറ്റാസിൽ നിന്ന് 2 ലക്ഷം പിള്ളേരുടെ ഡേറ്റാസിൽ നിന്ന് ഇത്രയും കുട്ടികൾ എക്സാം എഴുതി, ഇത്രയും കുട്ടികൾ എന്താണ് പാസ്സായി, ഇത്രയുമാണ് പാസ് പെർസെൻറ്റേജ് എന്ന ഒരു ഫൈനൽ ഡേറ്റാസിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് യൂസ്ഡ് ഇൻ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം. സിംഗുലർ സെൻസിൽ എന്ത് വിളിക്കും? കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു ടൂളാണ് എന്ത്? നമ്മുടെ സ്റ്റാറ്റി. പ്ലൂറൽ സെൻസിൽ പറഞ്ഞാൽ എന്താണ്? ഡേറ്റാസിനെ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ പഠിക്കണേ. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനോ ചോദിക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതാം കേട്ടോ. പ്യുവർ തിയറി ആണ്, പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇറ്റ് സിംപ്ലിഫൈ കോംപ്ലക്സിറ്റീസ്. കാരണം വലിയ ഡേറ്റ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് സഹായിക്കും? കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാരണം നമ്മുടെ മുന്നിലെ വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസ് ഉണ്ട്, നമ്മുടെ മുന്നിൽ വൈഡ് വെറൈറ്റി ഓഫ് ഡേറ്റാസ് ഉണ്ട്. ഈ ഡേറ്റാസ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പരീക്ഷാഭവൻ്റെ മുന്നിൽ കുറേ ഇൻഫോർമേഷൻ ഇരിക്കുക, മാർക്ക് അത് ഇത് നിങ്ങൾക്ക് പറഞ്ഞ് കുറേ ഇൻഫോർമേഷൻസ് ഇരിക്കുക. ഇങ്ങനെയുള്ള എന്താണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? സ്റ്റാറ്റി സഹായിക്കും. സ്റ്റാറ്റി എന്തിന് ഹെൽപ്പ് ചെയ്യും? ഡേറ്റാസിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് പ്രസന്റ് ഡേറ്റ ഇൻ ഡെഫിനിറ്റ് ഫോംസ്. ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോമിൽ, കൃത്യമായിട്ടുള്ളൊരു പ്രസന്റേഷൻ രീതിയിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്നു. ഇറ്റ് പ്രസന്റ് ഡേറ്റ ഇൻ ദ പ്രിസൈസ് ഫോം. ഡേറ്റ ഇൻ പ്രിസൈസ് ഫോം. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലൊരു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടില്ലേ? പ്രിസൈസ് എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിസൈസ് ചോദിക്കും. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൻ്റെ പ്രിസൈസ് തയ്യാറാക്കാൻ പറയും. എന്താണ്? അതിലെ മീനിങ് ഒന്നും പോകരുത്, അതിലെ ഇൻഫോർമേഷൻസ് ഒന്നും നഷ്ടപ്പെടാതെ, ബട്ട് അതിനെ എന്താണ് ഒരു 1/3 ആയിട്ട് ചുരുക്കും അല്ലേ? പ്രിസൈസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കത്തില്ലേ? നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ്, അതിലെ മീനിങ്ങോ കണ്ടന്റോ നഷ്ടപ്പെടാതെ, പക്ഷേ അതിൻ്റെ ആ ഫോമിൽ ഒരു 1/3 അല്ലേ 3 ഭാഗമായി ചുരുക്കി എഴുതുന്നതാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റി എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റി തന്നെയാണ് വലിയൊരു ഡേറ്റാസിനെ അതിലെ കണ്ടന്റോ ഇൻഫോർമേഷൻസോ യാതൊരു കുറവുമില്ലാതെ അതിന് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് എത്തിക്കാൻ എന്ത് സഹായിക്കുന്നു? നമ്മുടെ സ്റ്റാറ്റി സഹായിക്കുന്നു. ഇറ്റ് എനേബിൾ കമ്പാരിസൺ ഓഫ് ഡേറ്റ. നമ്മൾ ഈ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴത്തേന് 2 ഫ്രാക്ഷൻസ് വരും. 4/5 2/6. 2 ഫ്രാക്ഷൻസ് അഡീഷനോ സബ്സ്ട്രാക്ഷനോ തരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് ചെയ്യുന്നൊരു ടൂൾ എന്താണ്? ഇതിനെന്ത് ചെയ്യും? അതിൻ്റെ ബേസ് സെയിം ആക്കും അല്ലേ? അതിനെല്ലാം ഒരു ബേസ് സെയിം ബേസിലേക്കാക്കും. അതുപോലെ തന്നെ എങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഈസിലി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരേപോലെ ആക്കും. നമ്മൾ എന്തിന് 2 കാര്യങ്ങളെ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ പാടാം. അപ്പം കമ്പാരിസൺ ഈസി ആക്കണമെങ്കിൽ എല്ലാത്തിനെയും ഒരേ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ത് സഹായിക്കുന്നു? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇൻഫോർമേഷൻസിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫോർമേഷൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് സ്റ്റാറ്റി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ടെസ്റ്റിങ്സ്. നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ, ടെസ്റ്റിങ് ചെയ്യാനായിട്ട്, കാരണം എക്കണോമിയിലെ പ്രോബ്ലംസ് ഉണ്ട്, ഈ പ്രോബ്ലംസിനൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻസ്. നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? നമ്മുടെ സ്റ്റാറ്റി സഹായിക്കുന്നു. സ്റ്റാറ്റി എന്ത് ചെയ്യുന്നു? പ്രഡിക്ഷന് വേണ്ടി സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റി എന്തിനു സഹായിക്കുന്നു? പോളിസീസ്. ഗവൺമെൻറ് അല്ലെ എക്കണോമിക്സിലൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എക്കണോമിസ്റ്റുകൾ അല്ലെ ഗവൺമെൻറ് സ്റ്റാറ്റി ഉപയോഗിക്കുന്നു. സ്റ്റാറ്റി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ എക്കണോമിയിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ കോസസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ എന്താണ് പോളിസി ക്രിയേഷന് വേണ്ടി സഹായിക്കുന്നു. ഇറ്റ് എൻലാർജ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എൻലാർജ് ചെയ്യാനായിട്ട്
സഹായിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫംഗ്ഷൻസ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 4 പോയിന്റ് എക്സാമിന് എഴുതണം കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈസി അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. ലിമിറ്റേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്താണ് ഉയർത്തി സ്റ്റാറ്റിങ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടെത്തിച്ച് നിർത്തിയേക്കുക. പക്ഷേ എല്ലാത്തിനെയും പോലെ നമ്മൾ പറയും എല്ലാത്തിനും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഡീമെറിറ്റ് ഉണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുമുണ്ട്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് പരിധികളുണ്ട്. എന്താ? സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ക്വാളിറ്റേറ്റീവ് ഡേറ്റയും? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. നമുക്ക് എല്ലാ വസ്തുക്കളെയും മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും, നമ്പേഴ്സിൽ പറയാൻ പറ്റുമോ? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ഉണ്ട് അല്ലേ? നമ്മുടെ ഒരു എന്താണ് പ്രൈസ്, ഒരു ഗുഡ്സിൻ്റെ പ്രൈസ്, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അളക്കാൻ പറ്റുന്ന അല്ലെ, മെഷറബിൾ ആണ്. അങ്ങനെയുള്ള ഡേറ്റാസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് വിളിക്കുന്നത്. മെഷറബിൾ ആയിട്ടുള്ള ഡേറ്റാസിനെ, ഇൻഫോർമേഷൻസിനെയാണ് നമുക്ക് അളക്കാൻ പറ്റുന്ന ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് വിളിക്കുന്നത്. അപ്പം ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അളക്കാൻ പറ്റാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്തത്. ഡേറ്റ വിച്ച് കനോട്ട് ബി മെഷർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ആർ ഡേറ്റാസ് വിച്ച് ക്യാൻ ബി മെഷറബിൾ. എന്താണ്? മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഓക്കെ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്താണ്? മെഷറബിൾ അല്ലാത്ത ടൈപ്പ് ഓഫ് ഡേറ്റ. എക്സാമ്പിൾ ഹോണസ്റ്റി അല്ലെ, സത്യസന്ധത. എനിക്ക് ഇത്രയും സത്യസന്ധതയുണ്ട്, എനിക്ക് ഇത്രയും 50 യൂണിറ്റ് ഓഫ് സൗന്ദര്യമുണ്ട്, എനിക്ക് ഇത്രയും എന്താണ് ഇന്റലിജൻസ് ഉണ്ട് എന്നൊന്നും നമുക്ക് അളക്കാനായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനെയുള്ള ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റാറ്റി എന്തിനെ പറ്റി മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ? സ്റ്റാറ്റി നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാസിനെ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ അല്ലെ. മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് മാത്രമായിട്ടാണ് സ്റ്റാറ്റി ഡീൽ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ എന്ത് ഡീൽ ചെയ്യുന്നുള്ളൂ? സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. ഇൻഡിവിജ്വൽ കേസസിനെ പറ്റി പഠിക്കുന്നില്ല, ആഗ്രിഗേറ്റഡ് ആണ്, കാര്യങ്ങളെ ആഗ്രിഗേറ്റ് ആയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് റിസൾട്ട് ആർ ട്രൂ ഓൺലി ആവറേജ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇൻഫോർമേഷൻസ് എല്ലാം ആവറേജ് ബേസിസിലാണ്. എന്താണ്? നമ്മൾ മീന്, മീഡിയൻ, മോഡ്, ഇങ്ങനെ എല്ലാത്തിനെയും ഒരു ആവറേജ് ബേസിസിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? ആവറേജ് ബേസിസിലാണ്. ഗുഡ് ഈവനിങ് നിവേദിത. എന്താണ് നിവേദിത, താമസിച്ചോ? ക്ലാസ്സൊക്കെ നേരത്തെ ഒക്കെ വരണ്ടേ? നമ്മളിപ്പം ഒരു ചാപ്റ്റർ പകുതി എത്തി നിൽക്കുക. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? എന്താണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ ആവറേജ് ആയിട്ടാണ് കേട്ടോ. എന്താണ്? ആവറേജ് ബേസിസിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്? ആവറേജ്. കാരണം എല്ലാത്തിനും ആവറേജ്, ശരാശരി എന്ന് പറയും. ആ ഒരു ബേസിസിലാണ് എന്ത് ഡീൽ ചെയ്യുന്നത്? സ്റ്റാറ്റി ഡീൽ ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്? ആവറേജ് ബേസ്. കാരണം നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻസ് ആക്യുറേറ്റ് ആണ്, മീൻസ് അപ്രോക്സിമേറ്റ് ആണ്. ആക്യുറസി ആൻഡ് അപ്രോക്സിമേറ്റ്. എന്താണ് ആക്യുറസി? അപ്പം ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അല്ലേ, അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം കറക്റ്റ് ട്രൂ പിക്ചർ അല്ല തരുന്നത്, ഒരു ആവറേജ് പിക്ചറാണ് തരുന്നത്. ഓക്കെ, ഒരു ആവറേജ് ബേസ്ഡ് പിക്ചറാണ് എന്ത് തരുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് തരുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്? ആവറേജ് ബേസിസിലാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ ഡീൽ ചെയ്യുന്നത്? ആവറേജ് ബേസിസിലാണ്. അപ്പം കൃത്യമായിട്ട് ട്രൂ പിക്ചർ അല്ല, ഒരു ഏകദേശ പിക്ചറാണ് സ്റ്റാറ്റി തരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് റിവീൽ ദ എൻറ്റയർ സ്റ്റോറി ഓഫ് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ ആ പ്രോബ്ലംസിന്റെ എൻറ്റയർ പിക്ചർ തരത്തുള്ളൂ. എല്ലാ ഒരു സമ്മറൈസ്ഡ് ഫോം അല്ലെങ്കിൽ എന്താണ് ഒരു അപ്രോക്സിമേറ്റ് ഫോം മാത്രമേ എന്ത് തരുന്നുള്ളൂ? സ്റ്റാറ്റിസ്റ്റിക്സ് തരുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? എല്ലാവരെ കൊണ്ട് നമുക്ക് സ്റ്റാറ്റി ഒന്നും ചുമ്മാ ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓരോ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്പേർട്ട് ആയിരിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് ഉണ്ടാകും. നമ്മളിപ്പം കുറേ സ്റ്റാറ്റിയുടെ ടൂളും കാര്യങ്ങളൊക്കെ പഠിക്കും. ബട്ട് നമ്മളെന്താണ് നമ്മുടെ മുന്നിലേക്ക് തരുന്ന ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച ഇൻഫോർമേഷൻ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ? സ്റ്റാറ്റിയുടെ ടൂളുകൾ നിങ്ങളെ ജസ്റ്റ് ബേസിക് സ്റ്റഡീസിന് വേണ്ടി തരുന്നു. പക്ഷേ സ്റ്റാറ്റിയുടെ ടൂളുകൾ എന്താണ് പഠിക്കണമെന്നുള്ള എക്സ്പേർട്ടാണ്. അതൊക്കെ ഒരു സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ജസ്റ്റ് ബേസിക് അല്ലേ, നമ്മൾ ജസ്റ്റ് ഫൗണ്ടേഷൻ മാത്രമേ കണ്ടുപോകുന്നുള്ളൂ. സ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഈ സ്റ്റാറ്റ് ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷെ ഇത് പ്രാക്ടിക്കൽ സെൻസിൽ
എന്താണ് ഒരു വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ സ്റ്റാറ്റിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്പേർട്ടുള്ള ഒരാളുകൾക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഈ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് എന്തിനാണ് നമ്മൾ ഈ സ്റ്റാറ്റ് പഠിക്കുന്നത്? എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റ് പഠിക്കുന്നതിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഇൻഎവിറ്റബിൾ ടൂൾ ഇൻ ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സുകൾ. നമ്മളിപ്പോൾ കണ്ടില്ലേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻസ് കണ്ടു. സ്റ്റാറ്റിസ്റ്റിക്സ് വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസിനെ കണ്ടൻസ് ഫോമിൽ എത്തിക്കാൻ സഹായിക്കുന്നു, അല്ലേ എന്താണ് പ്രിസൈസ് ഫോമിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്നു, പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു, ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ കുറേ ഫംഗ്ഷൻസ് എന്തിനുണ്ട്? നമ്മുടെ സ്റ്റാറ്റിക് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും ഫംഗ്ഷനുള്ള അല്ലെങ്കിൽ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൽ എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. എക്കണോമിക് പ്രോബ്ലം അല്ലേ, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നിൽക്കുന്നത് എക്കണോമിക് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. എന്താ അൺലിമിറ്റഡ് വോൺസും ലിമിറ്റഡ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് എക്കണോമിക്സ് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ എക്കണോമിക്കിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും കൃത്യമായിട്ട് ഡിസിഷൻസ് മേക്കിങ്ങിനും എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ദെൻ ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്, എക്കണോമിക് പ്ലാനിങ്ങൾ ചെയ്യാനായിട്ട്, പിന്നെ നമ്മുടെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്കണോമിക്സിലെ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാനും അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അപ്പം എക്കണോമിക്സിൽ എന്തിനു വേണ്ടിയാണ് സ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്? ക്വസ്റ്റ്യൻ എക്സാമിന് 4 മാർക്ക് വരെ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് എക്കണോമിക്സിൽ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്? സ്റ്റാറ്റ് എന്താണ്? ഇസ് എൻ ഇനെവിറ്റബിൾ ടൂൾ ഇൻ ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ദെൻ എക്കണോമിക് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, എക്കണോമിക് പ്ലാനിങ്ങിന് സഹായിക്കുന്നു, ദെൻ കോംപ്ലക്സ് ഡേറ്റാസിനെ റെഡ്യൂസ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോമിൽ എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിലായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഡീൽ ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലി ഡീൽ വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ശരിയല്ലേ? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷനും പഠിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തുമാത്രം ഡീൽ ചെയ്യുന്നുള്ളൂ? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? is true. Statistics only deal with quantitative data, does not deal with qualitative data. Okay, answer ഇങ്ങനെ എഴുതണം. Then statistics solve economic problems. solve ചെയ്യുന്നു. Statistics എന്താണ്? helps to find the causes of it. false ആണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് സോൾവ് ചെയ്യല്ല, എന്താണ് സൊല്യൂഷൻ, നമ്മുടെ കോസസ് കണ്ടുപിടിക്കാനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിലെ യൂസസ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഓക്കെ, ഒരു 10 മാർക്സിനൊക്കെയുള്ള വെയിറ്റേജ് ഈ ചാപ്റ്ററിനുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം. ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, നേരത്തെ എക്സാംസ് നോക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരും, നമ്മളെ കൺഫ്യൂഷൻ ആക്കാണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ടൂൾ ആണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് എഴുതണം? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റി എഴുതണം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്കണോമിക്സിലെ യൂസേഴ്സിനെ പറ്റി എഴുതണം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിനെയും ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിൻ്റെ എക്സാമ്പിൾസ് എക്സാമിന് ചോദിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസും ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിൻ്റെ എക്സാമ്പിൾ. ക്വാണ്ടിറ്റേറ്റീവ് എക്സാമ്പിൾ എന്താണ്? വെയിറ്റ്, ഹൈറ്റ്. ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിന് വരുമ്പോൾ ഹോണസ്റ്റി, ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ്, ലിമിറ്റേഷൻസ് ഒക്കെ മറക്കാതെ പഠിക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. കളക്ഷൻ ഓഫ് ഡേറ്റ. നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാറ്റിയുടെ ഇൻട്രൊഡക്ഷൻ പോയി. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളക്ഷൻ, ഓർഗനൈസേഷൻ, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷൻ. സ്റ്റാറ്റിയിലെ സ്റ്റെപ്പുകളല്ലേ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായ കളക്ഷൻ ഓഫ് ഡേറ്റ, ഡേറ്റാസിൻ്റെ ഇൻഫോർമേഷൻസിൻ്റെ കളക്ഷൻ. ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ പറ്റിയ കുറച്ച് വർഷങ്ങളിലുള്ള ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1970-71 കാലഘട്ടങ്ങളിൽ 108 ക്വിൻ്റൽ ബില്യൺ ആ ഒരു അളവിലാണ് ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. 78-79 132 ആയി, 1991 ആയപ്പോൾ 176 ആയി, 97-98 ആയപ്പോൾ 194 ആയി, 2001-2 ആയപ്പോഴത്തേന് 212 ആയി, 2015-16 ആയപ്പം 252 ആയി, 2016-17 ആയപ്പം 272 ആയി. അതായത് ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയൊരു
ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ഇൻഫോർമേഷൻസ് എന്താണ്, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡേറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മുടെ മുന്നിലേക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റാസ് ഉണ്ട്, അതിനെ എല്ലാം തന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സമ്മറൈസ് ഫോമിൽ തരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലേ. കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മീൻസ് നോക്കി കുറേ ഡേറ്റാസ് തരാതെ ഇങ്ങനെ ഒന്ന് സമ്മറൈസ് ചെയ്തപ്പം എന്താണ് ഇന്ത്യയിലെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ പറ്റി നമുക്കൊരു എന്താണ് എൻഡ് റിസൾട്ട് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് നമുക്കൊരു പ്രസൻറ്റേഷനിലേക്ക് സഹായിച്ചത് ഒരു പ്രസൻറ്റേഷനാണ്. കാരണം നമ്മുടെ മുന്നിൽ കുറേ ഇൻഫോർമേഷൻസ് കാണും, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്തിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കുറേ ഡേറ്റാസ് ഉണ്ട്, ഈ ഡേറ്റാസിനെ നമുക്ക് യൂസ്ഫുൾ ആയ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. ഓക്കെ, ഇതിനെന്താണ് ഈ എക്സും വൈയും എന്ത് വിളിക്കും, വേരിയബിൾസ് എന്ന് ഞാൻ വിളിക്കുന്ന പേരെന്താണ്, വേരിയബിൾസ് അല്ലേ. വേരിയബിൾസ് ഇതിനകത്തുള്ള ഈ ഇയേഴ്സിനെയും ഇതിനകത്തുള്ള ഈ ഒരു അളവിനെയൊക്കെ എന്ത് വിളിക്കും, ഡേറ്റാസ് എന്ന് വിളിക്കും. ഇതാണ് ഡേറ്റ. ഓക്കെ, ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇസ് എ ടൂൾ വിച്ച് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലംസ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻസ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് തന്നിട്ട് നമ്മൾ എന്താണ് പ്രോബ്ലംസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഡേറ്റ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അപ്പോൾ എന്താണ്, കുറേ ഇൻഫോർമേഷൻസ് നമ്മുടെ മുന്നിലുണ്ട്, ആ ഇൻഫോർമേഷൻസ് വഴി നമുക്ക് ആ ഒരു ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് എന്താണ് ഇൻഫോർമേഷൻസിലൂടെ നമ്മളെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസിനെ പറ്റി പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. കളക്ഷൻ, അപ്പം കളക്ഷൻ ഓഫ് ഡേറ്റ എന്നാണ്, കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. കളക്ഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ഡേറ്റ ഓർ ഇൻഫോർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഡേറ്റ വേണം, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ പറ്റി കുറച്ച് ഡേറ്റാസ് വേണം. നമുക്ക് എവിടെ നിന്നൊക്കെ ആ ഇൻഫോർമേഷൻ കിട്ടുമോ അവിടെ നിന്നെല്ലാം നമ്മൾ ആ ഇൻഫോർമേഷൻസ് തേടുന്നു, അതിനെയാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എവിടെ നിന്നാണോ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്നത്, എവിടെ നിന്നാണോ നമുക്ക് ഡേറ്റ കിട്ടുന്നത്, അതിനെ ഡേറ്റ സോഴ്സ് എന്ന് വിളിക്കും. എ പ്ലേസ് ഫ്രം എ ഡേറ്റ ഒബ്റ്റൈൻഡ് ഈസ് കോൾഡ് ഡേറ്റ സോഴ്സ്. എവിടെ നിന്നാണോ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് അതിനെ എന്ത് വിളിക്കും, ഡേറ്റ സോഴ്സ് എന്ന് വിളിക്കും. കളക്ഷൻ എന്ന് പറഞ്ഞതാണ്, കളക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് ഡേറ്റ ഓർ ഇൻഫോർമേഷൻ ഫ്രം ദ ഡിഫറെൻറ്റ് സോഴ്സസ്. ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഡേറ്റ സോഴ്സ് എന്താണ്, ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്ത് ആ സോഴ്സിനെയാണ് ആ ഒരു പ്ലേസിനെയാണ് ഡേറ്റ സോഴ്സ് എന്ന് വിളിക്കുന്നത്. ഡേറ്റ സോഴ്സ് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന സോഴ്സസിനെ, നമുക്ക് കിട്ടുന്ന സോഴ്സസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. എന്താണ് പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. അപ്പം നമുക്ക് വേണ്ട ഡേറ്റാസ് കിട്ടുന്ന സോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. ഓക്കെ, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ എന്താണ് പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ്, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ തന്നെ കണ്ടെത്തുന്നു, അതാണ് ഫസ്റ്റ് ഹാൻഡ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് വേണം, ഞാൻ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ തന്നെ എവിടെ നിന്നൊക്കെ കിട്ടുന്നു ആ ഇൻഫോർമേഷൻസ് ഞാൻ സ്വന്തമായിട്ട് ഫസ്റ്റ് ഹാൻഡായിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, എന്താ പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ. എനിക്ക് എന്ത് വേണം, നമ്മളിപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ, വളരെ 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 ഇപ്പം ഭയങ്കരമായിട്ട് എന്താണ് ന്യൂസിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരെന്താ ചെയ്തത്, കമ്മീഷൻ എന്താ ചെയ്തത്, എക്സാമ്പിൾ ഏറ്റവും എനിക്കിപ്പം പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഹേമ കമ്മീഷൻ എന്ത് ചെയ്തു, സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ചെന്ന് പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ ഡയറക്റ്റ്ലി എവിടെ നിന്ന് ചെന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ നമ്മൾ തന്നെ ഡയറക്റ്റ്ലി ഫസ്റ്റ് ഹാൻഡായി ഒരു ഇടനിലക്കാരൻ്റെയും ആവശ്യമില്ലാതെ നമ്മൾ തന്നെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ. സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരാൾ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡീസ് നടത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം PhD ചെയ്യുന്നു, റിസർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ചിങ് ബുക്സ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് അങ്ങനെ ആരെങ്കിലും ഫസ്റ്റ് ഹാൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻഫോർമേഷൻസിനെ അത് ഉപയോഗിച്ച് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ. നമ്മൾ തന്നെ ഡയറക്റ്റ്ലി ഫസ്റ്റ് ഹാൻഡായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ. ഓൾറെഡി ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസിനെയോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് വിളിക്കും. ഓക്കെ, സെറ്റ്. സോഴ്സ് ഓഫ് ഡേറ്റ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഡേറ്റ,
സോഴ്സ് ഓഫ് ഡേറ്റ എഴുതണം. പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ ആൻഡ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ. അത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കണം. ഓക്കെ, ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഹൗ ഡു വി കളക്ട് ഡേറ്റ? ഡേറ്റാസ് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും? ഓക്കെ, നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലേ, അവർ പുതിയ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അവർ മത്സരത്തിൽ നിർത്തുമ്പം അവർ ചുമ്മാ നിർത്തുമല്ല, അവരുടെ എന്ത് ചെയ്യും, അവരെ പറ്റി ആളുകളുടെ ഇടയിലുള്ള എന്താണ് ഒരു ഫെമിലാരിസം അതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ആളുകൾ അവരെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അല്ലേ. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ഫോമാണ് സർവേസ് നടത്തും അല്ലേ. ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നത്? സർവേകളായിട്ട്. ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്, പ്രൈമറി സോഴ്സ് ഓഫ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് സർവേകളായിട്ട്. ആളുകളിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും സർവേകളായിട്ട് അല്ലേ. എങ്ങനെയാ നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? സർവേ ഫോമിൽ നിന്ന്. എങ്ങനെ കളക്ട് ചെയ്യും? സർവേ ഫോമിൽ നിന്ന്. കൃത്യമായിട്ട് നമ്മൾ ആളുകളിൽ നിന്ന് ഇൻഫോർമേഷൻസ് തേടും. അതിനെയാണ് സർവേ എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സർവേ ഒക്കെ നടത്തുമ്പോൾ, ഈ സർവേ നടത്തുമ്പോൾ എങ്ങനെയാ, ഒരു മെത്തേഡ് അല്ലേ സർവേ. അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ആളുകൾക്ക് അത് ഇഷ്ടമായോ അല്ലെങ്കിൽ തിരക്കും. നമ്മളിപ്പം പുതിയതായിട്ടൊരു എന്തെങ്കിലും ഒരു കടയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റിവ്യൂ ഫോം തരും. റിവ്യൂ ഫോം തരുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുമോ, എന്ത് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഈ കസ്റ്റമർ കെയർ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ പറയും നിങ്ങളൊന്ന് റേറ്റിംഗ് ചെയ്യണം, നിങ്ങൾ എന്താണ് റേറ്റിംഗ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത്ര ലൈക്ക് തരണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ 5 അമർത്തു എന്നൊക്കെ ഇങ്ങനെ കസ്റ്റമർ കെയറുകാർ കളക്ട് ചെയ്യാറുണ്ട്. കസ്റ്റമർ കെയറുകാർ കളക്ട് ചെയ്യാറുണ്ട്. അതെന്താണ്? അവർ സർവേ നടത്തുക, നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതായത് കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ്. കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കളക്ഷൻ ഓഫ് ഡേറ്റാസ് ആണ്. അങ്ങനെ സർവേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വരുന്നത്? സർവേ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദെൻ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞൊരു മെത്തേഡിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന മെത്തേഡിൽ കൂടി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാറ് ഉണ്ട്. എങ്ങനെയാണ്? ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞ മെത്തേഡ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് പ്രീ ഡിറ്റർമിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എന്താണോ അത് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആരിൽ നിന്നാണോ ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് അവരിലേക്ക് കൊടുത്ത് അവരിൽ നിന്ന് ആ ഇൻഫോർമേഷൻസ് എടുക്കുന്നു. നമുക്ക് ആരിൽ നിന്നാണോ ഇൻഫോർമേഷൻസ് വേണ്ടത് അവരുടെ ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ എയർ. ഒരു ക്വസ്റ്റ്യനെയറിന്റെ ഗുഡ് ക്വാളിറ്റീസ്, നല്ലൊരു ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് ചോദിക്കും, നല്ല ഒരു 5 മാർക്ക് വരെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെ ആണ്? ഹായ് ആയുഷ്. ആയുഷ് എപ്പോഴാണ് വരുന്നത്? ആയുഷ് എന്താണ് ഒരു ക്വസ്റ്റ്യനെയറിന്റെ എന്താ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ് നോട്ട് ടു ബി ടു ലോങ്. ക്വസ്റ്റ്യനെയർ നീണ്ടു പോകാൻ പാടില്ല. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടേ? ക്വസ്റ്റ്യനെയർ ഭയങ്കര ലോങ് ആകാൻ പാടില്ല. ക്വസ്റ്റ്യനെയർ എപ്പോഴും എന്താണ് ഷോർട്ട് ആയിരിക്കണം. ഷോർട്ട് ആകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ആ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം? ക്വസ്റ്റ്യനെയർ ഷോർട്ട് ആയിരിക്കണം. ക്വസ്റ്റ്യനെയർ ലോങ് നീണ്ടു പോകാനായിട്ട് പാടില്ല, വളരെ ലെങ്തി ആകാനായിട്ട് പാടില്ല. ബട്ട് ആ ഷോർട്ട് ക്വസ്റ്റ്യനെയറിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് എല്ലാം നമ്മളെ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റണം. ക്വസ്റ്റ്യനെയർ മസ്റ്റ് ബി മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ക്വസ്റ്റ്യനെയറിൽ എങ്ങനെ ആയിരിക്കണം? ക്വസ്റ്റ്യനെയർ എങ്ങനെ മൂവ് ചെയ്യണം? ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, ജനറൽ ടു സ്പെസിഫിക്. നേരെ ഇൻഫോർമേഷൻസിലേക്ക് പോകാതെ ജനറൽ ടു സ്പെസിഫിക്. നേരെ ഒരു ക്വസ്റ്റ്യനെയർ ഇരിക്കുക. നമ്മൾ ഇന്റർവ്യൂവിന് ഇരുന്നിട്ട് ഒറ്റ അടിക്കങ്ങ് ചോദിച്ചു കളയരുത്. നമുക്ക് എന്താണ് ഇൻഫർമേഷൻ വന്നത് അത് എടുത്തടിച്ച് ചോദിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ മൂക്കി പിടിക്കാതെ നമ്മൾ വളഞ്ഞു മൂക്കി പിടിക്കണം എന്ന് പറയത്തില്ലേ? ആ ഒരു രീതി. ശരിക്കും തിരിച്ചു പറയും എന്താണ്? വളഞ്ഞു പിടിക്കാതെ നേരെ പിടിക്കണം. പക്ഷെ ക്വസ്റ്റ്യനെയർ അങ്ങനെയല്ല, നേരെ പിടിക്കരുത്, വളഞ്ഞ് നമ്മൾ മൂക്കി പിടിക്കാൻ നോക്കണം. ആ ഒരു രീതിയാണ് നമ്മൾ എവിടെ നോക്കേണ്ടത്? ക്വസ്റ്റ്യനെയറിൽ എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആയിട്ട് പോകണം. നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആയിട്ട് പോകണം. ഇലക്ട്രിസിറ്റി ഒരു ക്വസ്റ്റ്യനെയർ ആണ്. അതിന് ചോദിക്കുകയാണ് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
നിങ്ങളുടെ നാട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കറണ്ട് കൂട്ടിയതിനെ പറ്റി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരാൾ വരുന്നു. കണ്ട് ചോദിക്കുകയാണ്, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അത് അയാളുടെ അഭിപ്രായം പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ചേട്ടൻ നാട്ടിൽ കറണ്ട് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ആദ്യമേ ചോദിക്കേണ്ടതാണ്, നിങ്ങളുടെ നാട്ടിൽ കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ലാത്ത നാട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കറണ്ട് കൂട്ടിയത് ചേട്ടന് അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ പെട്രോളിന്റെ വില കൂട്ടി, വണ്ടി ഇല്ലാത്ത അല്ലെങ്കിൽ വാഹനം ഓടിക്കാത്ത മീൻസ് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ചെന്നിട്ട് ചോദിക്കുകയാണ്, പെട്രോളിന്റെ വില കൂട്ടിയതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ശരിയാണോ? ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ നാട്ടിൽ വണ്ടി ഉണ്ടോ, ചേട്ടന് വണ്ടി ഉണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം പെട്രോളിന്റെ വില കൂട്ടിയതിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്. എന്നെ എന്താണ് അഫക്റ്റ് ചെയ്യാത്ത ഒരു ഇഷ്യൂവിനെ പറ്റി എന്നോട് വന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും എന്താണ്, എന്നോട് ആ ഒരു മാറ്ററിൽ എനിക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ലേ. ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, അതിനെപ്പറ്റി നമ്മളൊരു ക്വസ്റ്റ്യനെയർ നടത്തുകയാണ്. അപ്പോൾ ആദ്യം ചോദിക്കണം, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻസ് ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം ചോദിച്ചാൽ പോരെ. ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയാൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? കറണ്ട് ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത ഒരാൾ എന്ന് ചോദിക്കുകയാണ്, കറണ്ട് ചാർജ് കൂട്ടിയത്. അപ്പോൾ അതാണ് പറയുന്നത്, ക്വസ്റ്റ്യൻസ് ജനറൽ ടു സ്പെസിഫിക് ആ ഒരു റേഞ്ചിലാണ് പോകേണ്ടത്. നോട്ട് ബി ആംബിഗിഷ്യസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന ആംബിഗിഷ്യസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആകാനായിട്ട് പാടില്ല. അങ്ങനെ കൺഫ്യൂഷൻസ് ചോദ്യം ചോദിച്ച് കുഴപ്പിക്കരുത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്, നമ്മുടെ ചോദ്യം ചോദിച്ച് അപ്പുറത്തിരിക്കുന്നതിനെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കരുത്. കാരണം നമ്മൾ എന്താണ്, നമ്മളിപ്പം ഇത് വാർത്തയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം അതാണ് അവരുടെ രീതി. ബട്ട് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യാനാണ് പോകുന്നത്, നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേന് ക്വസ്റ്റ്യനെയർ ചോദിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം. തൊട്ടപ്പുറത്തിരിക്കുന്നവന് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ്. നോട്ട് ബി എ ലീഡിങ് ക്വസ്റ്റ്യൻ വിച്ച് ഗിവ് ടു ക്ലൂ അബൌട്ട് ഹൗ ടു ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനകത്ത് ഉത്തരം ഇരിക്കരുത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആ ക്വസ്റ്റ്യനകത്ത് എന്തിരിക്കാൻ പാടില്ല, ഉത്തരം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി ടീ ആണോ ഇഷ്ടം, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള തേയിലയാണോ ഇഷ്ടം? അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞു, അതെ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള തേയിലയാണ്. അങ്ങനെ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റരുത്. അതായത് അതിനകത്തൊരു ക്ലൂ ഉണ്ടാകരുത്. നമ്മുടെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഉത്തരമല്ല നമുക്ക് വേണ്ടത്. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്നൊരു ഡേറ്റ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഡേറ്റ ആണ് എനിക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ ക്ലൂ വിട്ട് തന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ആൻസർ പറയാനായിട്ട് കാര്യമായിരുന്നു. അപ്പോൾ എന്താണ്, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ആകാൻ പാടില്ല. ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൻസറിലേക്കുള്ള ഒരു ക്ലൂ ക്വസ്റ്റ്യനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ബി എ പ്രിസൈസ് ഓർ ക്ലിയർ. ക്വസ്റ്റ്യൻസ് വളരെ ഷോർട്ട് ആയിരിക്കണം, ലെങ്തി ക്വസ്റ്റ്യൻസ് ആവരുത്. ക്ലിയർ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ 1.5 പേജ് അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കരുത്. ക്വസ്റ്റ്യൻസ് വളരെ ഷോർട്ട് ആയിരിക്കണം, ബട്ട് ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, ഞാൻ ചോദ്യം ചോദിക്കുന്നു, 2 ഓപ്ഷൻസ് കൊടുത്തു, അത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏസ് ഓർ നോ എന്ന് മറുപടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദ്യം ചോദിച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഏസ് പറയണം അല്ലെങ്കിൽ നോ പറയണം. ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത്, ക്ലോസ് എൻഡ് എന്ന് പറഞ്ഞാൽ. ഒരു പരിധിയുണ്ട്, ഉത്തരം ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ മറ്റൊന്ന്. നമുക്കറിയാം നമ്മുടെ കിട്ടുന്ന ഉത്തരം ഒന്നെങ്കിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ബി ആയിരിക്കും, ഒന്നെങ്കിൽ ഏസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അതാണ് ക്ലോസ് എൻഡഡ്. ആ ഒരു പരിധിക്കുള്ളിൽ ഉത്തരവേ പറയാൻ പറ്റൂ. ബട്ട് ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തുമാകാം, അത് ഉത്തരം പറയുന്നവന്റെ സംബന്ധിച്ചിരിക്കും, നമ്മൾ ആൻസർ ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റീസ് ഇതാണ്. ഡേറ്റാസ് കളക്ട് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. എന്താണ്, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇന്റർവ്യൂ. എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇന്റർവ്യൂ. 3 മെത്തേഡിലൂടെയാണ് നോർമലി പ്രൈമറി ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമലി പ്രൈമറി ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ഈ 3 മെത്തേഡിലൂടെയാണ്. ഓക്കെ, എങ്ങനെയാണ് പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു 10 പേരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ആ 10 പേരോട് നേരിട്ട് ഡയറക്റ്റ്ലി ചെയ്യുന്ന, അവരെ മീറ്റ് ചെയ്ത് അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് ഇൻഫർമേഷൻസ് ചെയ്യുന്നത്, അവരെ നേരിട്ടല്ല, അവരോട് നേരിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അവരുടെ ഇടയിലേക്ക് ചെന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ. പേഴ്സണൽ ഇന്റർവ്യൂ ഓരോ വ്യക്തികളോടും എന്താണ് അവരുടേതായിട്ടുള്ള രീതികളിൽ ചെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, സോറി.
ഇങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് മെറിറ്റ് ഉണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിന് കുറച്ച് മെറിറ്റ് ഉണ്ട്, ഡീമെറിറ്റ് ഉണ്ട്. എന്താണ് മെറിറ്റ്? നമ്മൾ ഈ സെൻസസ് ഒക്കെ എടുക്കാൻ വരുന്നതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്താ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ആ സെൻസസ് ഒക്കെ എടുക്കാൻ വരുമ്പോൾ അങ്ങനെയല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഉള്ള മെറിറ്റ് എന്തൊക്കെയാണ്? ഹൈ റെസ്പോൺസ് റേറ്റ്. റെസ്പോൺസ് റേറ്റ് എങ്ങനെ ആയിരിക്കും? ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ആരുന്നാണോ ഇൻഫോർമേഷൻസ് കിട്ടേണ്ടത് അവരുടെ ഇടയിലേക്ക് നേരിട്ട് ചെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? കുറേ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ തരും. അപ്പോൾ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും? ഹൈ റേറ്റ് ആയിരിക്കും. റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും? ഹൈ റേറ്റ് ആയിരിക്കും. അലോ ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ ഓൾ ടൈപ്പ്, ഓപ്പൺ എൻഡ് ആയിക്കോട്ടെ, ക്ലോസ് എൻഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഏത് തരം ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റുന്നൊരു രീതിയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഒരാളുടെ ഫോൺ അല്ലെങ്കിൽ എന്തൊരു ഫോം അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയുക. അവിടെ നമ്മൾ ഫോമിൽ ഒന്നെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കണം, എസ് ഓർ നോ, അല്ല 1.5 പേജിൻ്റെ എസ് എഴുതാൻ അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു ലിമിറ്റേഷൻ ഇല്ലേ. നമ്മൾ ഇപ്പം കടയിൽ ചെന്നിട്ട് ഞാനൊരു കട നടത്തുന്നുണ്ട്, ആ കടയിൽ എന്ത് ചെയ്യുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് വരുന്നു, അവരിൽ നിന്ന് കുറച്ച് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. ആ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തേ പറ്റും? നമുക്ക് ഓപ്ഷൻസ് എന്താണ്? അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെട്ടോ? എസ് ഓർ നോ. നിങ്ങൾ എത്ര റേറ്റിംഗ് എടുക്കുന്നു? 1, 2, 3, 4, 5 എന്നൊരു രീതിയെ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, ബട്ട് നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിൽ നേരിട്ട് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? അവിടെ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് അല്ല, ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് പറ്റുന്നുണ്ട്. ദെൻ അലോ ക്ലാരിഫിക്കേഷൻ ടു ആംബിഗ്യൂഷ്യസ് ക്വസ്റ്റ്യൻസ്. ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലിയർ അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഡൗട്ട് തോന്നുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതെന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് നമ്മൾ ആരോടാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അയാൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അയാൾക്ക് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നു. ബട്ട് കുറച്ച് ഡീമെറിറ്റ് ഉണ്ട്. എന്താണ്? എക്സ്പെൻസീവ് അല്ലേ. ഇങ്ങനെ ഓരോരുത്തരുടെ അടുക്ക് ചെന്നിട്ട് അവരോട് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്താണ്? എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, മോർ ടൈം എടുക്കും അല്ലേ, നല്ല സമയം എടുക്കും. സെൻസസ് ഒക്കെ ഇപ്പം ഈ വർഷം പകുതിയോടുകൂടി, അതായത് ഈ വർഷം ലാസ്റ്റോട് കൂടി, അടുത്ത മാസത്തോടെ, സെപ്റ്റംബർ ഓർ ഒക്ടോബറിലോടെ ഇന്ത്യയിലെ സെൻസസ് 2021 നടക്കേണ്ട സെൻസസ് നടത്തുവാണെന്ന് ന്യൂസിലൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്താണ്, 1.5 വർഷം വേണം സെൻസസ്. അടുത്ത വർഷം പകുതി അല്ലെ അടുത്ത വർഷം ലാസ്റ്റ് 2025 ഡിസംബറോട് കൂടിയേ എന്ത് എഴുതുള്ളൂ? സെൻസസ് കഴിയത്തുള്ളൂ. കാരണം നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോൺസ്. ഓക്കെ, എന്താണ്, നമുക്ക് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഉത്തരം പറയുന്ന റെസ്പോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് വരും അല്ലേ. അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഉത്തരത്തിലേക്ക് അവരെ എത്തിക്കാനായിട്ട് ഉള്ള ചാൻസ് വരും. മെയിലിംഗ് ക്വസ്റ്റിനെയർ. എന്താണ് മെയിലിംഗ് ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിൽ അയക്കുന്നു, ഇൻഫോർമേഷൻസ്, ഡേറ്റാസ് എങ്ങനെ കളക്ട് ചെയ്യുന്നു? മെയിൽ ത്രൂ. ഓക്കെ, മെയിൽ ത്രൂ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് മെയിലിംഗ് ക്വസ്റ്റിനെയർ. മെയിൽ ത്രൂ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ലെറ്റർ അയച്ചോ, മെയിൽ അയച്ചോ, ഇൻഫോർമേഷൻസ്, ഫോംസ് കൊടുത്തു, നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്ത് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മെത്തേഡിൻ്റെ മെറിറ്റ് എന്താണ്? ലീസ്റ്റ് എക്സ്പെൻസ് കുറവാണ്. ആസ് കമ്പയർഡ് ടു പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, എക്സ്പെൻസ് കുറവാണ്. ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത റെസ്പോണ്ടൻസ് ഉണ്ട്, അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നൊരു രീതിയാണ്. കാരണം നമ്മൾ ഇപ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന കുറച്ച് അമേരിക്ക, കുറച്ച് ജപ്പാൻ, കുറച്ച് ഇന്തോനേഷ്യ, ഇവരെല്ലായിടത്തും പോയിട്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്താൻ പറ്റില്ല. ബട്ട് മെയിലിംഗ് ഇൻ്റർവ്യൂ ആകുമ്പോൾ എന്താണ്, ഒന്നെങ്കിൽ ലെറ്റർ അയക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മെയിൽ അയച്ച് അല്ലെങ്കിൽ മീഡിയ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ് ക്വസ്റ്റ്യൻസ്. റെസ്പോണ്ടൻസിനെ മീൻസ് ഞാനൊരു ഫോം കൊടുത്ത് അത് അവരുടെ, അല്ലെങ്കിൽ ഞാനൊരു മെയിൽ അയച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ ടൈമിലാണ്, കാരണം ഞാനോട്ട് കോൺടാക്ട് ഇല്ലാതെയാണ് അവർ ഫില്ല് ചെയ്ത് തരുന്നത്. അപ്പോൾ എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. മെയിൻറ്റൈനിങ് അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. എന്താണ്, പ്രൈവസി. ആ റെസ്പോൺസ് ചെയ്യുന്നവരുടെ പ്രൈവസി അല്ലെങ്കിൽ ഒരു എന്താണ് റെസ്പെക്റ്റ് കൊടുക്കുന്നു. ബെസ്റ്റ് ഫോർ സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഏറ്റവും ബെറ്റർ, നേരിട്ട് ചോദിക്കുന്നതിൽ ബെറ്റർ ഈ ഒരു മെത്തേഡാണ്. ഡീമെറിറ്റ് എന്താണ്? കനോട്ട് ബി യൂസ് ബൈ ഇലിറ്ററേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ. അതായത് എന്താണ്, വിദ്യാഭ്യാസമില്ല, വായിക്കാനും എഴുതാനൊന്നും അറിയാത്ത ആളുകളുടെ കുറേ മെയിലിംഗ് ക്വസ്റ്റ്യനർ കൊണ്ട് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ എന്താണ്, ഇലിറ്ററേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ മെത്തേഡ് പറ്റില്ല. ലോങ് റെസ്പോൺസ് ടൈം എങ്ങനെ കൂടുതലാണ്. കാരണം നമ്മൾ ലെറ്റർ അയച്ചോ അല്ലെങ്കിൽ മെയിൽ അയച്ചോ അവർക്ക് കിട്ടിയത് അവർ അതിൻ്റെ അതിൽ നിന്ന് ഡേറ്റാസ് തരണം. അപ്പോൾ എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഡസ് നോട്ട് അലോ ക്ലാരിഫിക്കേഷൻ ടു ആംബിഗ്യൂഷ്യസ് ക്വസ്റ്റ്യൻസ്.
ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഞാനൊരു മെയിൽ അയച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ രീതിയിൽ ആൻസർ ചെയ്യുക. റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്. നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ് ചെയ്യുക. നമ്മുടെ പോലീസുകാർ ക്വസ്റ്റ്യനിങ് ചെയ്യുക. ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പോൾ എന്താണ് അവരെന്താണ് നമ്മുടെ ഫേസിൽ എക്സ്പ്രഷൻ, നമ്മുടെ ആ ഒരു മൂഡ്, എല്ലാ റിയാക്ഷൻസ് എല്ലാം നോക്കും അല്ലേ? അവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യും. പക്ഷേ മെയിൽ അയച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കള്ളമാണോ പറയുന്നത്, സത്യമാണോ പറയുന്നത്, ആ റിയാക്ഷൻസ് എന്താണ്, ഒന്നും നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് മെത്തേഡ് എന്താണ്? ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്. എന്താണ് ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്? ത്രൂ ടെലിഫോണിലൂടെ നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ടെലിഫോൺ ത്രൂ എന്താണ് കോസ്റ്റ് കുറവാണ്, റിലേറ്റീവ്ലി ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് കുറവാണ്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, ഇല്ലെന്നല്ല. ഡീമെറിറ്റ് നോക്കിയേ, പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ റിലേറ്റീവ്ലി കുറവാണ്. റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്, ഒരു പരിധി വരെ റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്, കാരണം ഫോൺ ആയതുകൊണ്ട് റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. പക്ഷേ ഏറ്റവും റെസ്പോൺസ് റേറ്റ് എവിടെയാണ്? പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡിലാണ്. ഡീമെറിറ്റ് എന്താണ്? ലിമിറ്റഡ് യൂസ്. എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല? ടെലിഫോണിക് ഇൻ്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റിയാക്ഷൻസ് കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ പോസിബിലിറ്റി ഉണ്ട്, പോസിബിലിറ്റി ഇല്ലെന്നല്ല, പോസിബിലിറ്റി ഉണ്ട് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് റെസ്പോണ്ടൻസിനെ. ഓക്കെ, അപ്പം ഇനി ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. നമുക്ക് പിന്നെ അടുത്ത ചാപ്റ്റർ ഉണ്ട്. ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വരിക. 5 മിനിറ്റ്, ഇപ്പം സമയം 7:52, 7:57 ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരിക കേട്ടോ.
ഓക്കെ, പൈലറ്റ് സർവേ. എന്താണ് പൈലറ്റ് സർവേ? When questionnaire is ready, it is advisable to conduct a try-out with a small group of population is known as pilot survey or pre-testing of questionnaire. നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ആളുകളുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാതെ എന്ത് ചെയ്യണം? പ്രീ ടെസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ ലാബോറട്ടറികളിൽ പ്രിപ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ആദ്യമേ അതിനെ പ്രീ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് കാര്യവും ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? പ്രീ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ സർവേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് പ്രീ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രീ ടെസ്റ്റ് നമ്മൾ സെൻസസിന് വരുന്നതിന് മുന്നേ ഒരു പ്രീ സർവേ നടത്താറുണ്ട്. കുറച്ച് സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ആളുകളെ തിരഞ്ഞെടുത്ത് അവരിലേക്ക് നമ്മൾ ചോദിക്കാനുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതി. അതാണ് അതിന് എന്താണ്? പ്രീ സർവേ ആണ് എന്ത് വിളിക്കുന്നത്? പ്രീ ടെസ്റ്റിനെ എന്ന് വിളിക്കും, പൈലറ്റ് സർവേ എന്ന് വിളിക്കും. ഇങ്ങനെ നടത്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സ്യൂട്ടബിലിറ്റി ഓഫ് ക്വസ്റ്റ്യനെയർ ആക്സസ് ചെയ്യാൻ നമ്മുടെ എന്താണോ എയിമിലാണോ ക്വസ്റ്റ്യനെയർ നടത്തുന്നത്, എന്തിനു വേണ്ടിയാണോ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്, അതിന് സ്യൂട്ടബിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യനെയർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ദെൻ ഹെൽപ്പ് ടു ഐഡന്റിഫൈ ദ ഡ്രോബാക്ക് ആൻഡ് ഷോർട്ട് കം ഓഫ് ക്വസ്റ്റ്യനെയർ. നമ്മുടെ ക്വസ്റ്റ്യനെയറിലുള്ള ഡ്രോബാക്സും അല്ലെങ്കിൽ പോരായ്മകളും കുറവുകളും കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ കാൽക്കുലേറ്റിംഗ് സർവേ കോസ്റ്റ് ആൻഡ് ടൈം. സർവേക്ക് എത്ര സമയം എടുക്കും, സർവേക്ക് എത്ര കോസ്റ്റ് വരും, ഇതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ടു പ്രീ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യനെയർ സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സെൻസസ് ഓർ കംപ്ലീറ്റ് എനുമറേഷൻ. എ സർവേ വിച്ച് ഇൻക്ലൂഡ് എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് കോൾഡ് ആസ് സെൻസസ് ഓഫ് കംപ്ലീറ്റ് എനുമറേഷൻ. അതായത് നമ്മൾ എന്താണ് സർവേ നടത്തുന്നു, ആരിൽ നിന്നാണോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പോകുന്നത് അവരിൽ നിന്നെല്ലാം ടോട്ടലി നമ്മൾ മീൻസ് പൈലറ്റ് സർവേ എന്തായിരുന്നു? നമ്മൾ എൻ്റയർ പോപ്പുലേഷൻ്റെ കുറച്ച് ഭാഗങ്ങളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് നടത്തുന്നു? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നമ്മുടെ എൻ്റയർ പോപ്പുലേഷനിൽ നിന്നും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഫൈനൽ സ്റ്റേജ് കണ്ടുപിടിക്കുന്നതിന് എന്ത് വിളിക്കുന്നത്? നമ്മൾ എന്ത് വിളിക്കും? നമ്മളെന്താ വിളിക്കുന്നത്? സെൻസസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എനുമറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, എവറി എലമെന്റ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ആരിൽ നിന്നാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് അവരെയാണ് പോപ്പുലേഷൻ വിളിക്കുന്നത്. അവരിൽ നിന്ന് ഫുൾ ആളുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്ന ഏജൻസി ആരാണ്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് എടുക്കാനായിട്ട് അധികാരമുള്ള ഏജൻസി ഏതാണ്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, RGI ആണ് ഉള്ളത്. നമ്മുടെ എല്ലാ 10 വർഷം കൂടുമ്പോഴും നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടത്താറുണ്ട്? സെൻസസ് നടത്താറുണ്ട്. ഓക്കെ, എല്ലാ 10 വർഷം. ലാസ്റ്റ് സെൻസസ് നടത്തിയത് 2011 പക്ഷെ 2021 സെൻസസ് നടക്കണമായിരുന്നു. കൊറോണ കാരണം മാറ്റിവെച്ചു. ഈ വർഷം അവസാനം സെൻസസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2021 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ 121 കോടി ജനങ്ങൾ ഉണ്ട്. 121 കോടി ജനങ്ങളുണ്ട്. അപ്പം സെൻസസ് സർവേയുടെ മെറിറ്റ് എന്തൊക്കെയാണ്? സെൻസസ് സർവേയുടെ മെറിറ്റ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കേ. അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ടു ബി ഒബ്റ്റെയിൻഡ്. നമ്മൾക്ക് വേണ്ടതിൽ അഡീഷണൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ്, അതായത് നമ്മൾ ക്വസ്റ്റ്യനെയറിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ, അഡീഷണൽ ഇൻഫർമേഷൻസ് വേണമെങ്കിലും അതുവഴി കണ്ടെത്താൻ പറ്റും. നമ്മൾ ഒരു എയിമിലൂടെ ആയിരിക്കും സെൻസസ് നടത്തുന്നത്. അതിലൂടെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. മോർ റിലയബിൾ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണ് അല്ലേ? നമുക്ക് മോർ റിലയബിൾ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആണ് എന്ത്? കവർ ദ എൻറ്റയർ പോപ്പുലേഷൻസ്. നമ്മൾ ആരിൽ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ആ എൻറ്റയർ പോപ്പുലേഷൻസിനെയും നമ്മൾ എൻറ്റയർ ഗ്രൂപ്പിനെയും ടാർഗറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻസസ് സർവേയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ബട്ട് മോർ ടൈം ടേക്കിംഗ്, വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഇത് നടത്താനായിട്ട് ഒത്തിരി എന്യൂമറേറ്റേഴ്സിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ നടത്താനായിട്ടുള്ള ആളുകളെ ആവശ്യമാണ്. സെൻസസ് സർവേ നടത്താനുള്ള ആളുകളെ ആവശ്യം ആണ്. സാമ്പിൾ സർവേ നമ്മൾ എന്താണ്? എൻറ്റയർ പോപ്പുലേഷനിൽ നിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻറ്റയർ പോപ്പുലേഷനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻസസ് സർവേ നടത്തുന്നത്. പക്ഷേ നമ്മൾ എൻറ്റയർ പോപ്പുലേഷൻ നടത്തുന്ന സമയമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചൊരു ഭാഗം ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നമ്മുടെ ക്വസ്റ്റ്യനെയർ നടത്തുന്നതാണ്, സർവേ നടത്തുന്നതാണ് എന്താ? സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ അതാണ് സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം എ സാമ്പിൾസ് ഓൺലി. സച്ച് മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഈസ് കോൾഡ് സാമ്പിൾ സർവേ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻറ്റയർ പോപ്പുലേഷൻ്റെ കുറച്ചൊരു പാർട്ടിൽ നിന്ന് മാത്രം ഡേറ്റ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നമ്മളൊരു 1 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്, അവരിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത്. ബട്ട് നമുക്ക് ടൈം എടുക്കാനില്ലാത്തത് മൂലം നമ്മൾ ആ 1 ലക്ഷം പേരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 10,000 പേരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. 10% നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ് അവരെ എന്ത് വിളിക്കും? സാമ്പിൾ. എൻറ്റയർ പോപ്പുലേഷനെ, എൻറ്റയർ ആളുകളെ പോപ്പുലേഷനിൽ നിന്നും കുറച്ച് ആ പാർട്ടിനെ സാമ്പിൾ എന്ന് വിളിക്കും. ആ സാമ്പിളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്താ? സാമ്പിൾ സർവേ എന്ന് വിളിക്കുന്നത്. സാമ്പിൾ സർവേ. എ സാമ്പിൾ റെഫർ ടു എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻ. നമ്മുടെ എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സെക്ഷനെ, ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിൾ എന്ന് വിളിക്കുന്നത്. എ ഗുഡ് സാമ്പിൾ ഈസ് ജനറലി സ്മോളർ ദാൻ ദ പോപ്പുലേഷൻ, ഗിവ് റീസണബിളി ആക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ. എന്താണ്?
എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ത് സാമ്പിള്. അപ്പോൾ നമ്മൾ എന്താണ് ഈ സാമ്പിള് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്? എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു ഇമേജ് കിട്ടാൻ എന്ത് സഹായിക്കുന്നു? സാമ്പിൾ സഹായിക്കുന്നു. ഇന്ത്യയിൽ സാമ്പിൾ സർവേ നടത്തുന്ന ഏജൻസി ആരാണ്? NSSO ആണ് ഇന്ത്യയിൽ സാമ്പിൾ സർവേ നടത്തുന്നത്. അപ്പം ഇതൊക്കെ MC ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ സെൻസസ് സർവേ നടത്തുന്നത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സാമ്പിൾ സർവേ നടത്തുന്നത് NSSO. സാമ്പിൾ സർവേ മോസ്റ്റ് ഓഫ് ദ സർവേ കൂടുതൽ നമ്മൾ സർവേ നടത്തുമ്പോൾ സാമ്പിൾ സർവേ ആണ്. കാരണം സെൻസസ് സർവേ ഒക്കെ നടത്തുന്ന ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ നടത്തുന്ന എന്താണ്? സാമ്പിൾ സർവേ ആണ്. കൂടുതൽ നമ്മൾ നടത്തുന്ന സർവേ ഏതാണ്? സാമ്പിൾ സർവേ. വൈ സാമ്പിൾ സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ് റീസണബിളി റിലയബിൾ ആക്യുറേറ്റ് ഇൻഫോർമേഷൻസ്. അല്ലെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്തിന് തരാൻ സഹായിക്കുന്നു? സാമ്പിൾ സർവേ തരുന്നു. നീഡഡ് ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ ടൈം. നമ്മൾ സെൻസസ് സർവേ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ടൈം കുറച്ചു മതി, കോസ്റ്റും കുറച്ച് മതി. മോർ ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ക്യാൻ ബി കളക്റ്റഡ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏത് വഴി കളക്ട് ചെയ്യാൻ പറ്റുന്നു? സാമ്പിൾ സർവേ വഴി കളക്ട് ചെയ്യാൻ പറ്റുന്നു. എന്യൂമറേറ്റേഴ്സ് കുറച്ച് മതി. സെൻസസ് സർവേ ആകുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മോർ എന്ത് വേണം? എന്യൂമറേറ്റേഴ്സ് വേണമെങ്കിൽ എന്താണ് സാമ്പിൾ സർവേയിൽ കുറച്ച് എന്യൂമറേറ്റേഴ്സ് മതി. സാമ്പിളിംഗ് രണ്ട് രീതിയിൽ ചെയ്യും. സാമ്പിൾ എടുക്കുന്നത് അല്ലെങ്കിൽ സാമ്പിളിങ്സ് രണ്ട് രീതിയിലുണ്ട്. റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്. എന്താണ് റാൻഡം സാമ്പിളിംഗ്? റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എൻ്റയർ പോപ്പുലേഷൻ നിർത്തിയിട്ട് നമ്മൾ ഒരു പക്ഷാഭേദം ചെയ്യുന്നില്ല, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ആരെയൊക്കെയോ തിരഞ്ഞെടുത്തു. കുറേ ആളുകളുണ്ട്, ഒന്നും നോക്കിയില്ല. നമ്മൾക്കൊരു 10,000 ആളുകളെ വേണമായിരുന്നു. 1,00,000 പോപ്പുലേഷൻ ഉണ്ട്. ആ 1,00,000 പോപ്പുലേഷൻ ഒരു 10,000 പേരാണ് സാമ്പിൾ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആരെയും നോക്കിയില്ല, മുഖവും നോക്കിയില്ല, വർണ്ണവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഒരു 10,000 പേര് അതിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. അതാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് റാൻഡംലി അല്ലെങ്കിൽ യാതൊരു പ്രിഫറൻസും കൊടുക്കാതെ ഒരു എന്താണ് ബേസിസും ഇല്ല, ഒരു ക്രൈറ്റീരിയയും ഇല്ലാതെ തിരഞ്ഞെടുത്ത സാമ്പിൾസ് ആണ് റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മൾ കുറച്ച് ആളുകളെ ഫിക്സ് ചെയ്ത് വെച്ചു അല്ലേ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്, എന്യൂമറേറ്റേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. നമ്മൾ എന്ത് ചെയ്യുന്നു? നീ വരുക എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രിഫറൻസ് വെച്ച് എന്തെങ്കിലും ക്രൈറ്റീരിയ ബേസിസിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് റാൻഡം സാമ്പിളിംഗ്. ഈ സാമ്പിളിംഗ് നടത്തുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും. എന്താണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാമ്പിൾ എടുത്തതിൻ്റെ കുഴപ്പം, നമ്മൾ എൻറ്റയർ പോപ്പുലേഷൻ്റെ ഒരു പാർട്ടിനെ സാമ്പിളായിട്ട് എടുത്തു. ആ സാമ്പിൾ എടുത്തു, അതിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പം, അല്ലെങ്കിൽ ആ സാമ്പിൾ ഒരു ഫുൾ ക്ലിയർ ഇമേജ്, ആക്യുറേറ്റ് റിലയബിൾ ഇൻഫോർമേഷൻസ് ആ പോപ്പുലേഷനെ പറ്റി തരാൻ പറ്റുന്നില്ല. നമ്മൾ സാമ്പിൾ എടുത്തത് മൂലമുള്ള ആ ഇഷ്യൂ ആണ് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് കുറച്ചുകൂടി ഒരു ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യാം. 10,000 നമ്മൾ 1,00,000 പേരെ 1,00,000 പേരാണ് നമ്മുടെ പോപ്പുലേഷൻ. ആ 1,00,000 പേരിൽ നമ്മൾ 10,000 പേരെ പറ്റിയാണ് സ്റ്റഡി നടത്തുന്നത്. 10,000 പേരെ പറ്റി സ്റ്റഡി നടത്തിയപ്പം കുറച്ച് എറേഴ്സ് ഉണ്ടായി, എല്ലാം കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടില്ല. ആ സാമ്പിൾ കുറച്ചുകൂടെ വൈഡർ ആക്കുക, 20,000 പേരെ പറ്റി സ്റ്റഡി നടത്തുക, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പം സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുത്തത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ, നമ്മൾ സാമ്പിൾ എടുത്തതിലുണ്ടായിരുന്ന അപാകത മൂലം സംഭവിച്ചത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിളിംഗ് നമ്മൾ മൊത്തത്തിൽ തെറ്റി, വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ് നോൺ സാമ്പിളിംഗ്. അതായത് നമ്മുടെ ഒരു ബയസിൻ്റെ വ്യത്യാസം, അതായത് നമ്മളെടുത്ത ജഡ്ജ്മെൻറ്റിൻ്റെ വ്യത്യാസം. അതല്ലെങ്കിൽ കൃത്യമായിട്ട് റെസ്പോൺസ് കിട്ടുന്നില്ല, നമ്മൾ ചോദിച്ചവരൊന്നും കൃത്യമായിട്ട് ഉത്തരം നമുക്ക് തരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആക്യുറേറ്റ് അല്ല. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നു, ഒരു ഡെസ്ക്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡെസ്ക് ഇട്ടിട്ട് പറയുന്നു, എല്ലാവരും ആ ഡെസ്ക് ഒന്ന് അളക്കാൻ പറയുന്നു, എൻ്റെ ഒരു ഏരിയയോ പെരിമീറ്ററോ കണ്ടുപിടിക്കാൻ പറയുന്നു. നമ്മുടെ ഇപ്പം സ്കെയിൽ എടുത്ത് നോക്കണം. സ്കെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ അളവിനും വളരെ വ്യത്യാസമാണ്. എല്ലാ സ്കെയിലൊന്നും കറക്റ്റ് അളവല്ല കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മെഷറിംഗ് എടുക്കുന്ന യൂസ് സ്കെയിലിൻ്റെ വ്യത്യാസം, നമ്മൾ സ്റ്റാർട്ടിങ് എൻഡിങ് വെച്ചതിൻ്റെ വ്യത്യാസമൊക്കെ നിങ്ങൾ എല്ലാവരും അളക്കുന്നത് ഈ വ്യത്യാസം വരും. അപ്പോൾ ഓരോരുത്തർ ആക്യുറസിയിൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്ന വ്യത്യാസം, ഇതുമൂലം ഉണ്ടാകുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. അതുമൂലം നമ്മൾ എടുക്കുന്ന സാമ്പിളിങ്ങിൽ എറേഴ്സ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേഷനിൽ ഇൻഫോർമേഷൻസ് ഡേറ്റാസിൽ എറേഴ്സ് സംഭവിക്കുന്നു. അതാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സാമ്പിൾ എടുത്തത് മൂലം ഉണ്ടാകുന്ന കുഴപ്പം. സാമ്പിളിംഗ് എറേഴ്സ് വലിയ സീരിയസ് അല്ല, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമ്മളെടുത്ത സാമ്പിളിൽ ഒരു ചേഞ്ച് വരുത്താൻ മതി. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ബട്ട് ഇസ് എ സീരിയസ് ഇഷ്യൂ. ഓക്കെ,
ഇതാണ് ചാപ്റ്റർ 2. ചാപ്റ്റർ 2 പറ്റി ഇത്രയാണ് ഡീൽ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കുന്നതാണ്. ഒരു 15-20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ എന്തൊക്കെ പോയിന്റ് കീപ്പ് ചെയ്യണം അല്ലേ, ക്വസ്റ്റ്യനെയറിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പൈലറ്റ് സർവേ, അതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ്. പിന്നെന്താണ് സാമ്പിളിങ് എറേഴ്സ്, നോൺ സാമ്പിളിങ് എറേഴ്സ്, അതിനെപ്പറ്റി പറയാനായിട്ട്. ഓക്കെ, ദെൻ പൈലറ്റ് സർവേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ഇതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ് എഴുതാൻ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിലിംഗ് ഇൻ്റർവ്യൂ, ഇങ്ങനെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ, നമ്മുടെ മാരത്തോണിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ? നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യണം. എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എ റോ ഡേറ്റ കളക്റ്റഡ് വിത്തിൻ എ ഡെഫിനിറ്റ് പർപ്പസ് മേ കണ്ടെയ്ൻ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻസ്. റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു. അതിനകത്ത് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും പർപ്പസോടെ അല്ലേ, നമുക്ക് ഇന്ത്യയിലെ എന്താണ് പോപ്പുലേഷൻ അറിയണം. ആ പോപ്പുലേഷനും അവരെ പറ്റിയുള്ള ലിറ്ററസി റേറ്റും ഇൻഫ്ലുവൻസി റേറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻഫോർമേഷൻ, കുറേ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്തു. ഈ ഇൻഫോർമേഷൻ ഇത് ചിലതൊക്കെ നമുക്ക് ആവശ്യമുള്ളതുണ്ടാവും, ചില നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടാവും. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷനെ ടോട്ടലി പറയുന്നതാണ് റോ ഡാറ്റ, റോ ആയിട്ടുള്ള ഡാറ്റ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതും ഉണ്ടാവും, ആവശ്യമില്ലാത്ത ഡേറ്റാസും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിലേക്ക് അത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡേറ്റാസിനകത്ത് നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ ആ ഡേറ്റാസിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ഈസ് എ ടെക്നിക്. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ഈസ് എ ടെക്നിക് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ആൻ ഓർഡർ, ക്ലാസിഫൈങ് ദം ഇൻടു ഗ്രൂപ്പ്. ഡേറ്റാസിനെ കൃത്യമായിട്ടൊരു ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ്, എന്തെങ്കിലും ക്രൈറ്റീരിയ, എന്തെങ്കിലും ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഓർഗനൈസേഷൻ. നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ്, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് റോ ഡേറ്റാസിനെ, ആ റോ ഡേറ്റാസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസിനെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, array and classification are two important steps in organization of data. ഓർഗനൈസേഷൻ 2 സ്റ്റെപ്പ് ഉണ്ട്, array ആൻഡ് ക്ലാസിഫിക്കേഷൻ. array എന്ന് പറഞ്ഞാൽ എന്താണ്? നാം അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഡേറ്റാസിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതല്ലെങ്കിൽ എന്തിൻ്റെയും ബേസിസിൽ, ക്വാളിറ്റി ബേസ്, ഹൈറ്റിൻ്റെ ബേസ്, ജെൻഡറിൻ്റെ ബേസ്, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ്, അറേഞ്ച് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ. array എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള റോ ഡേറ്റാസിനെ നമ്മൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്ലാസിഫൈ ചെയ്യുകയോ അറേഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ടതുണ്ട്. ഇതിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? ടു കണ്ടൻസ് ഡേറ്റ ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ വളരെ വൈഡ് റേഞ്ച് ആണ്. ആ വൈഡ് റേഞ്ചിൽ നമ്മൾ കണ്ടൻസ് ഫോം ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അതിനെപ്പറ്റി പഠിക്കാനായിട്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യാനും ബാക്കി സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇതിനെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു ഹെൽപ്പ് ഇൻ കമ്പാരിസൺ, കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. ടു എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ്, നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഡേറ്റാസ് കാണും. ആവശ്യമുള്ളത് മാത്രം പോരെ, ആവശ്യമില്ലാത്ത ഡേറ്റാസിനെ എടുത്ത് കളയണമെങ്കിൽ ഓർഗനൈസ് ചെയ്യണം. ടു മേക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ, പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കണമെങ്കിൽ ഡേറ്റാസ് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഡേറ്റാസിനെ ക്ലാസിഫിക്കേഷൻ പല ബേസിസിലുണ്ട്. ഡേറ്റാസിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഓർഗനൈസേഷൻ മെത്തേഡുകൾ ഏതൊക്കെയാണ്? ക്രോണോളജിക്കൽ ഓർ ടൈം ക്ലാസിഫിക്കേഷൻ, ടൈം ബേസിസിൽ, അതായത് ഇയർ, വർഷത്തിൻ്റെ ബേസ്. നമ്മൾ കണ്ടില്ല, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ കണ്ടില്ലായിരുന്നോ? അങ്ങനെ ടൈം ബേസിസിൽ, മന്തിൻ്റെ ബേസിസിൽ, വീക്കിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബേസിസിൽ, ടൈം ബേസിൽ അല്ലെ, ക്രോണോളജിക്കൽ ഓർഡർ എന്നാൽ ടൈം സീരീസിൻ്റെ ബേസിസിൽ, വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലോ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ ഓർ ടൈം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗ്രഫിയുടെ ബേസ്, സ്റ്റേറ്റ് ബേസിസിൽ, ഡിസ്ട്രിക്ട് ബേസിസിൽ, ഏരിയ ബേസിസിൽ, കൺട്രി ബേസിസിൽ, ഇങ്ങനെ ജിയോഗ്രഫിയുടെ ബേസിസ് ക്ലാസിഫൈ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? നമ്മൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാളിറ്റേറ്റീവ് നമ്മൾ പഠിച്ചല്ലേ, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ ബേസിസിൽ, ഓക്കെ, നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റാത്തതാണല്ലോ ക്വാളിറ്റേറ്റീവ്. അങ്ങനെ ക്വാളിറ്റേറ്റീവ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു.
അതാണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ ബേസിസിൽ നമ്പേഴ്സ് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ആ ക്വാണ്ടിറ്റേറ്റീവ് ബേസിസ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് വേരിയബിൾസ്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആർ എനിത്തിങ് ദെയർ വാല്യൂസ് ആർ ചേഞ്ചിങ്. ചേഞ്ച് സംഭവിക്കുന്നതാണ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചേഞ്ച് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് എന്താ വേരിയബിൾസ് വിളിക്കുന്നത്. എനിത്തിങ് ദെയർ വാല്യൂസ് ആർ ചേഞ്ചിങ്. വേരിയബിൾസ് ആർ എനിത്തിങ് ദെയർ വാല്യൂസ് ആർ ചേഞ്ചിങ്. ചേഞ്ച് സംഭവിക്കുന്ന ടൈപ്പ് ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസും. ആദ്യം നമുക്ക് കണ്ടിന്യൂസ് വേരിയബിൾസ് നോക്കാം. കണ്ടിന്യൂസ് വേരിയബിൾസ് അതായത് നമ്മൾ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഏത് ന്യൂമറിക്കൽ വാല്യൂസാണ് ന്യൂമറിക്കൽ അതായത് മാത്തമാറ്റിക്കലി നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വാല്യൂസും ആകാം. അത് ഇൻ്റഗ്രൽ നമ്പേഴ്സ് അതായത് ഫുൾ നമ്പേഴ്സ് ആകാം, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആകാം, ഇറാഷണൽ നമ്പേഴ്സ് ആകാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് 164, 166, 170 ഇങ്ങനെ വരാം. എന്താണ് ആ ഇൻഫർമേഷൻ എങ്ങനെ ആകാം? 164.5, 166.3, 174 ഇങ്ങനെ ആകത്തില്ലേ? 0.2 ആണ് കണ്ടിന്യൂസ് സീരീസ് ആണ്. മീൻസ് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, എന്തുമാകാം. ഇപ്പം നമ്മൾ എന്താണ് 25-നും 26-നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് 25, 26 അതിനിടയിൽ നമ്പേഴ്സ് ഇല്ലേ? ഫ്രാക്ഷൻസ് ആകാം അല്ലേ? 25.1/4 അങ്ങനെ എന്താണ് അതിന് ഇടയിലുള്ള നമ്പേഴ്സ് വരാം. ബട്ട് നമ്മൾ പറയുക ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തെ പറ്റി പറയുമ്പം 25, 26 എന്നല്ല നമ്മൾ എണ്ണി പോകുന്നത്. അല്ലാതെ ഒരു 25 പിന്നെ 25.5 എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ 26 എന്നൊരു ഡേറ്റാസ് ഇല്ലല്ലോ. നമ്മൾ എന്താണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ട്. അവിടെ എന്ത് വരാം? ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരാം, എന്താണ് ഇൻ്റഗ്രൽ നമ്പേഴ്സ് വരാം, ഇറാഷണൽ നമ്പേഴ്സ് വരാം. അതാണ് കണ്ടിന്യൂസ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ വോൾ നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ, പൂർണ്ണ സംഖ്യകൾ. അതായത് നമ്മുടെ 25 ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എന്താണ് നമ്മളിപ്പം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് പറയുമ്പോൾ 25, 26, 27 എന്നല്ലേ എണ്ണി പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഫ്രാക്ഷൻസ് വരത്തില്ല, അവിടെ ഡെസിമൽസ് ഒന്നും വരത്തില്ല. അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ റോ ഡേറ്റാസുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് എന്താ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിച്ചാൽ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടേബിൾ മീൻസ് ഡേറ്റാസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു, ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പം 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് ഹാവ്, എത്ര ക്ലാസ്സസ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം. ദെൻ ഒരു ക്ലാസ് അതായത് കുറേ ഡേറ്റാസ് ഉണ്ട്, കുറേ നമ്പേഴ്സ് 26, 27, 87, 47, 63, 23, 1, 20, 3 ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര ക്ലാസ്സസ് വേണം, അതായത് എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം, അതാണ് എത്ര ക്ലാസ്സസ് വേണം ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ്സിൽ എത്ര നമ്പേഴ്സ് വേണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് 0 to 10, 10 to 20 വരുന്നത്, 20 to 30 വരുന്ന എത്ര പേരുണ്ട്, 30 to 40 വരുന്ന എത്ര പേരുണ്ട്, 40 to 50 വരുന്നുണ്ട്. ഇതാണ്. അപ്പം തന്നെ എത്ര ക്ലാസ്സസ് വേണം മീൻസ് നമുക്കിത് ഇപ്പം 10 ഡിഫറൻസിലല്ലേ പോയത്. വേണമെങ്കിൽ എന്താ 0 to 20, 20 to 40, 40 to 60 എന്ന ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്താം. അതാണ് എന്താണ് ഹൗ മെനി ക്ലാസ്സസ് ഷുഡ് ഹാവ്, എത്ര ക്ലാസ്സസ് വേണം, പിന്നെ ഒരു ക്ലാസ്സിൻ്റെ സൈസ് എത്ര വേണം, പിന്നെ ക്ലാസ്സിൻ്റെ ലിമിറ്റ് എവിടെ സ്റ്റാർട്ടിങ് എവിടെ എൻഡിങ്, പിന്നെ എന്താണ് ഓരോ ഫ്രീക്വൻസി ഹൗ ഷുഡ് വി ഗെറ്റ് ഫ്രീക്വൻസി ഓഫ് ഈ ക്ലാസ്സസ്, ഈ ഓരോ ക്ലാസ്സിലെ ഫ്രീക്വൻസി എങ്ങനെ കിട്ടും, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾ. ഓക്കെ, എന്താണ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾ. നമ്മൾ 0 to 10 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലാസ് ആണ് 0 to 10. ഓക്കെ, ഇതിൽ 0 ആണ് സ്മോളസ്റ്റ് വാല്യൂ, 10 ആണ് ഹയസ്റ്റ് വാല്യൂ. ഇവർ നമ്മുടെ ഡിഫറൻസ് എന്താണ് 10. അപ്പോൾ റേഞ്ച് എത്രയാണ് 10. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് വേരിയബിളും ലാർജസ്റ്റ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ആണ് റേഞ്ച്. ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഉള്ളത്. അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഉയർന്ന നമ്പർ 0 to 10 എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്.
അപ്പോൾ കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ കിട്ടിയ മാർക്ക് 80 മാർക്കിൻ്റെ ഒരു എക്സാം നടത്തി. അപ്പം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് നിൽക്കുന്നത്. എല്ലാവരും ഒരേപോലെ ആണോ മാർക്ക്? 0 കിട്ടിയവരുണ്ടാകും, 1 കിട്ടിയവരുണ്ടാകും, 80 കിട്ടിയവരുണ്ടാകും, 75 കിട്ടിയവരുണ്ടാകും, അങ്ങനെ പല മാർക്ക് കിട്ടിയവരായിരിക്കും. ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to 10 കിട്ടിയ സ്റ്റുഡൻസ്, 10 to 20 കിട്ടിയ സ്റ്റുഡൻസ്, 20 to 30 ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ എന്താണ്, ഒരു ക്ലാസ് എടുത്തു, 0 to 10 എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്താൽ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ, ഇവിടുത്തെ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? ആ ക്ലാസിൻ്റെ ഹയസ്റ്റ് വാല്യൂ എത്ര? 10 അല്ലേ? ആ ഒരു റേഞ്ചിൻ്റെ ഹയസ്റ്റ് വാല്യൂ 10 ആണ് എന്താ അവിടുത്തെ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ലോവർ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോവർ ക്ലാസ് ഇൻ്റർവൽ. റേഞ്ച് തമ്മിൽ വ്യത്യാസം എന്താ? അതായത് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് 0 തൊട്ട് 80 വരെയാണ് എക്സാമിന് കിട്ടാൻ ചാൻസ് അല്ലേ? 80 മാർക്കിന് എക്സാം ആണെങ്കിൽ 0 to 8 അതിനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനാണ് റേഞ്ചസ് വിളിക്കുന്നത്. ഒരു ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് 0 to 10, 10 to 20 ഇതാണ് മാർക്ക്. അപ്പോൾ എന്താണ്? ഇതാണ് ക്ലാസ് ഇൻ്റർവെല്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലാസ് ഇൻ്റർവെല്. റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എവിടെ, എൻഡിങ് എവിടെ. ടോട്ടൽ സ്റ്റാർട്ടിങ്ങും ടോട്ടൽ എൻഡിങ്ങും ആണ് വരുന്നത്. ക്ലാസ് മാർക്ക് ഓർ ക്ലാസ് മിഡ് പോയിന്റ്. നമ്മുടെ ഒരു ക്ലാസ് എടുത്ത് നമ്മൾ എക്സാമ്പിൾ ഏതാണ്? 0 to 10. ഇവരുടെ മിഡ് പോയിന്റ് എങ്ങനെ പിടിക്കും? 0 plus 10 divided by 2, ദാറ്റ് ഈസ് 5 ആണ് അവരുടെ മിഡ് പോയിന്റ്. അല്ലെങ്കിൽ 20 to 30 എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ മിഡ് പോയിന്റ് എത്രയാണ്? അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ മിഡ് പോയിന്റ് പറഞ്ഞാൽ 20 plus 30 divided by 2. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ. 25. ഇതിനെയാണ് എന്താണ് ആവറേജ്. അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റിൻ്റെ ആവറേജിനെയാണ് എന്ത് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്സസ്. ഓക്കെ, ഇൻക്ലൂസീവ്. ഇത് കണ്ടോ, ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയേ. 0 to 20, 20 to 30, 30 to 40 ഇങ്ങനെ വരുന്നത്. അപ്പോൾ നോക്കി, ഈ 20 രണ്ടിടത്തുമുണ്ട്. ഈ 20 എന്താണ് രണ്ട് ക്ലാസ്സിലും വരുന്നുണ്ട് അല്ലേ? ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്താണ് ഈ ക്ലാസ്സിലുണ്ട്. അതായത് 0 to 20 നോർമലി പറയുമ്പോൾ അവിടെ 0 to 90 വരെ ഉള്ളതെന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, കാരണം 20 തൊട്ടടുത്ത ക്ലാസ്സിലും ഉള്ളതുകൊണ്ട് 0 to 90 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ വരത്തുള്ളൂ. 20 എവിടെ പോകത്തുള്ളൂ? സെക്കൻഡ് ക്ലാസ്സിൽ. അപ്പം 20 to 29 വരെയുള്ളവരാണ് സെക്കൻഡ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? 0 to 20, 21 to 30 അപ്പർ ക്ലാസ് ലിമിറ്റ് ആ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് വിളിക്കും. അപ്പർ ക്ലാസ് ലിമിറ്റ് അതിനകത്ത് ഇല്ല എങ്കിൽ, അതായത് ഈ 0 to 20 20 ഇല്ല, 90 വരെ ഉള്ളവർ മാത്രമേ എടുക്കുന്നുള്ളെങ്കിൽ അതിനെ എന്ത് വിളിക്കും? എക്സ്ക്ലൂസീവ് മെത്തേഡ് ഓഫ് അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കും. അടുത്ത ടേംസ് ആണ് ആട്രിബ്യൂട്ട്സും വേരിയബിൾസും. എന്താണ് ആട്രിബ്യൂട്ട്സും വേരിയബിൾസും? Data that are not measurable are able to express in terms of quantitative are called attributes. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസിനെ നമ്മൾ അവതരിപ്പിക്കുന്നതാണ് എന്ത്? ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. വേരിയബിൾ നമ്മൾ പഠിച്ചല്ലോ, അതായത് ഇൻ്റലിജൻസ്, ബ്യൂട്ടി, അഫെക്ഷൻ, ലവ്, സിമ്പതി. അതായത് നമ്മൾ പഠിച്ച ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ആണ് വേരിയബിൾസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അടുത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ? ദർ ആർ 2 types ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. 2 ടൈപ്പ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. എന്താണ്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ടേബിളും. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0 to 10 ആ ക്ലാസ്സിനകത്ത് 5 പേരുണ്ട്. 10 to 20 ഫ്രീക്വൻസി പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ നമ്പറിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. 10 to 20 ഉള്ള 5 പേര്, 20 to 30 ഉള്ള 9 പേര്, 30 to 40 ഉള്ള 25 പേര്, 40 to 50 ഉള്ള 15 പേര്, 50 to 60 ഉള്ള 6 പേര്. ലെസ് ദാൻ ഫ്രീക്വൻസിയിൽ എങ്ങനെ ഇവരെ കാണിക്കും? ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസിയിൽ എങ്ങനെ കാണിക്കും? ഇവരുടെ ടോട്ടൽ നമ്പർ എത്ര നോക്കിക്കേ. 14, 20, 50, 14, 20,
30, 40, 60, ടോട്ടൽ 60. ഓക്കെ, അപ്പോൾ ഇതിന് ലെസ് ദാൻ ഫ്രീക്വൻസിയിലും ഗ്രേറ്റർ ദാൻ ഫ്രീക്വൻസിയിലും എങ്ങനെ കാണിക്കും? ലെസ് ദാൻ ആദ്യമത്തെ റേഞ്ച് ഏതാണ്? ലെസ് ദാൻ ആദ്യമത്തെ സ്മോളസ്റ്റ് വാല്യൂ 10 ആണ്. അപ്പോൾ എഴുതണം എന്താണ്? ലെസ് ദാൻ 10 എന്ന് എഴുതുക. 10-നേക്കാളും താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0. ദെൻ ലെസ് ദാൻ 20, 20-യേക്കാളും താഴെയുള്ളവരില്ലേ? കാരണം 20 ഏത് ക്ലാസ്സിൽ വരും? ഇവിടെ എന്താണ്? ഇവിടാണ് വരുന്നത് അല്ലേ? 20 ഇവിടാണ് വരുന്നത്. അപ്പം ലെസ് ദാൻ 20 ഉള്ള 5 പേര്. പിന്നെന്താണ് അടുത്തത്? ലെസ് ദാൻ 40, 40 ഉള്ള എത്ര പേര്? അപ്പം ഈ ഒരു ക്ലാസ്സിൽ 10 തൊട്ട് 20 വരെ ഉള്ളവരാണ് എന്ത് വരുന്നത്? ഈ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. 20 തൊട്ട് 30 വരെയുള്ള 9 പേരുണ്ട്. അപ്പം അവരെന്താണ്? അവർ ലെസ് ദാൻ 30 അല്ലേ? അപ്പോൾ ഈ 2 പേരുടെ ചേർത്തില്ലേ? അതായത് 10 മുതൽ 20 വരെയുള്ള സ്റ്റുഡൻസ് എവിടെ വരും? മാർക്കുള്ള സ്റ്റുഡൻസ് 5 പേര്. 20 തൊട്ട് 30 വരെ മാർക്കുള്ള സ്റ്റുഡൻസ് 9 പേരെന്നാണ്. അപ്പോൾ 30 മാർക്ക് താഴെയുള്ള എത്ര പേരുണ്ട്? ഈ 5 പേരുമുണ്ട്, ഈ 9 പേരുമുണ്ട്. അതുകൊണ്ട് എന്ത് കാണിക്കും? നമ്മൾ ലെസ് ദാൻ 30 എത്ര പേരുണ്ട്? 40 ഉണ്ടെന്ന് കാണിക്കും. ഓക്കെ, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്ന അങ്ങനെയാണ്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ 40 എഴുതുമ്പോഴോ 40 മാർക്സ് താഴെയുള്ള എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എത്ര ഉണ്ട്? ഈ 25, 9, 5. ഓക്കെ, 25 പ്ലസ് 5 30, 30 പ്ലസ് 9 39 സ്റ്റുഡൻസ്. അപ്പം ലെസ് ദാൻ 50 ഉള്ള സ്റ്റുഡൻസോ ഒരു 15 പേരുണ്ട് അല്ലേ? 39 പ്ലസ് 5 44 പ്ലസ് 10 54 സ്റ്റുഡൻസ്. അപ്പോൾ പിന്നെ ലെസ് ദാൻ 60 60 മാർക്ക് താഴെയുള്ളവർ എത്ര പേരുണ്ട്? 60 സ്റ്റുഡൻസ്. ഇങ്ങനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ്? അതായിരുന്നു ഗ്രേറ്റർ ദാൻ 10-ൽ കൂടുതലുള്ള എത്ര പേരുണ്ട്? 10-ൽ കൂടുതൽ മാർക്കുള്ള എത്ര പേരുണ്ട്? അല്ല, ആദ്യം 20 എടുക്കാം. സോറി, അപ്പർ ലിമിറ്റാണ് എടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ 20, 20-ൽ കൂടുതലുള്ള എത്ര പേരുണ്ട്? ആ സ്റ്റുഡൻസിൻ്റെ റേഞ്ച് വരുമ്പം ഗ്രേറ്റർ ദാൻ 10 എടുക്കണം. 10 മാർക്കിൽ കൂടുതലുള്ളവർ. ആ ഫസ്റ്റ് കാറ്റഗറി ഉള്ള സ്റ്റുഡൻസിന് 10 മുതൽ 20. അപ്പോൾ അവർ 10 മാർക്കിൽ കൂടുതലുള്ള സ്റ്റുഡൻസ് അല്ലേ? ബാക്കി അടുത്ത കാറ്റഗറി ഉള്ളവരും 20 തൊട്ട് 30 വരെ ഉള്ളവർ, അവർക്കും 10 മാർക്കിൽ കൂടുതലല്ലേ? അപ്പോൾ നോക്കിയേ, ആ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനും 10 മാർക്കിൽ കൂടുതലുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്? 60 പേര്. ആ 60 പേർക്ക് എന്തുണ്ട്? ഗ്രേറ്റർ ദാൻ 10 ആണ് മാർക്ക്. ദെൻ ഗ്രേറ്റർ ദാൻ 20, 20 മാർക്കിൽ കൂടുതലുള്ള എത്ര പേരുണ്ട്? 20 മാർക്കിൽ കൂടുതലുള്ളവർ ആ 5 പേര്, ഫസ്റ്റ് കാറ്റഗറിയിലെ 5 പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 20 മാർക്കിൽ കൂടുതലല്ലേ? അപ്പോൾ എത്ര? 55 സ്റ്റുഡൻസ്. ദെൻ ഗ്രേറ്റർ ദാൻ 30 ഉള്ള സ്റ്റുഡൻസ് എത്ര ഉണ്ട്? ഫസ്റ്റ് 14, 5, 9 അത്രയും സ്റ്റുഡൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും എവിടെ വരും? നമ്മുടെ അടുത്ത കാറ്റഗറി വരും. അപ്പോൾ അവർ വരുമ്പോൾ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 30 ഉള്ള സ്റ്റുഡൻസ് വരുമ്പം അവർ ഫസ്റ്റ് 14 പോയിട്ട് ബാക്കി 46 സ്റ്റുഡൻസ് വരും. ദെൻ ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യണേ നിങ്ങളെ മാത്സിൻ എഴുതുന്ന എന്ത് എററുണ്ടോ ചെക്ക് ചെയ്യണം. ഗ്രേറ്റർ ദാൻ 40 മാർക്സ് ഉള്ള സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ആ 25, 5, 30, 39 പോയിട്ട് ബാക്കി 21 സ്റ്റുഡൻസ്. ഗ്രേറ്റർ ദാൻ 50 ഉള്ള സ്റ്റുഡൻസോ എത്ര പേരുണ്ട്? 6 പേര്. ഗ്രേറ്റർ ദാൻ 60 ഉള്ളവർ 0 സ്റ്റുഡൻസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 14 ഏതാണ് 14 വന്നത്? 10 കൂടുതലുള്ളവർ 60, 20 കൂടുതലുള്ളവർ 55, 30 കൂടുതലുള്ളവർ 46. ഓക്കെ, 14. ഓക്കെ, കറക്റ്റ്. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുന്നത്.
സിംഗിൾ വേരിയബിൾ മാത്രമുള്ള ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ത് വിളിക്കും? യൂണിവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നും 2 more വേരിയബിൾസ് ഉള്ള ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ എന്ത് വിളിക്കും? ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഡേറ്റാസ് തരും. ഡേറ്റാസ് തന്നിട്ട് അതിനെന്ത് ചെയ്യണം? നമ്മൾ ടാലി സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്യണം. ടാലി സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ടാലി സിസ്റ്റത്തിൽ എങ്ങനെ ചെയ്യുന്നത്? ടാലി സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് കുറേ ഡേറ്റാസ് തരും. ഞാൻ ഇപ്പോൾ ഇത്രയും ഡേറ്റാസ് എഴുതിയിട്ടുള്ളൂ. ടാലി സിസ്റ്റം ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് 20, തീരുന്നത് 50. നമുക്കൊരു റേഞ്ച് എഴുതാം. 20 to 30, 30 to 40, 40 to 50. 3 റേഞ്ചുള്ള ഇത്. 20 ഏത് കാറ്റഗറി വരും? ഫസ്റ്റ് കാറ്റഗറി വരും. അപ്പോൾ ജസ്റ്റ് ഒരു വര കൊടുക്കുക. ദെൻ ജസ്റ്റ് ഒരു ടാലി ചെയ്യാണ്ട് ഒരു ടാലിയുടെ മാർക്ക് കൊടുക്കുക. 30 എന്ന് പറഞ്ഞ കാറ്റഗറി സെക്കൻഡിൽ വരും. 40 എന്ന് പറഞ്ഞ കാറ്റഗറി തേർഡ് വരും. 45 ഈ ഒരു റേഞ്ചിനകത്ത് വരും. 42 അടുത്ത റേഞ്ച് വരും. 30 വീണ്ടും ഈ ഒരു റേഞ്ച് വരും. 50 നമ്മളിപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലാസിഫൈ ചെയ്യും. ഈ 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തെ വരുമ്പം അതിന് ക്രോസ് വരയ്ക്കുക. ടാലി ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 4 എണ്ണം ഒരു ക്ലാസ്സിൽ വന്നു. 5ാമത്തെ വരുമ്പോൾ ക്രോസ് ചെയ്യുക. വീണ്ടും 1 2 3 4 5 ക്രോസ് ചെയ്യുക. ജസ്റ്റ് ഈസിയാണ് ടാലി ചെയ്യാൻ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റാസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ടാലി ഇങ്ങനെ ചെയ്യാനായിട്ടൊക്കെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അബിത ഹായ്. ഓക്കെ ആണോ നിവേദ? സെറ്റാണോ? ആൻഡ് ജഗദീഷ് എല്ലാം സെറ്റല്ലേ? ഓക്കെ, പിന്നെ നമ്മളിപ്പം 3 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. 3 ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ മതി. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ മാരത്തോൺ സെക്ഷൻസ് ട്രിപ്ലൈയുടെ കൊമേഴ്സ് കാർഡ് അല്ലേ, നമ്മൾ ഓണം എക്സാംസിൻ്റെ മാരത്തോൺ ആണ്. +2ൻ്റെ മാരത്തോൺസ്, +1ൻ്റെ മാരത്തോൺസും എല്ലാം തന്നെ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങളുടെ +1നെ സംബന്ധിച്ച് എക്കണോമിക്സിന് 2 മാരത്തോൺ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമുക്കൊരു മാരത്തോൺ ഉണ്ടായിരുന്നു. ഈ സെക്ഷനിൽ നമുക്കൊരു മാരത്തോൺ ഉണ്ടായിരുന്നു. ഫുള്ളി നമ്മൾ കംപ്ലീറ്റഡ് ആയി. ഓക്കെ, അതിനും ബാക്കി നിങ്ങളുടെ അക്കൗണ്ടൻസിൻ്റെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും മാത്സിൻ്റെ എല്ലാ മാരത്തോൺസ് വളരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ നമ്മുടെ മാരത്തോൺസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളെ മാരത്തോൺസ് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. എക്സാംസ് നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ അത്രയും പോർഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മാരത്തോൺ ആണെങ്കിലും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കോൺഫിഡൻസോടെ എക്സാംസ് എഴുതുക. അപ്പോൾ 3rd തൊട്ടിങ്ങനെ എക്സാംസ് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.